So, good evening, dear friends. ഇപ്പോൾ ഇന്ന് നമ്മൾ അടുത്ത ഓൺലൈൻ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബയോളജി ഓഫ് ടൂത്ത് മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് വായിച്ചു എന്ന് വിചാരിക്കുന്നു. വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, കാരണം കുറച്ച് പേര് എനിക്ക് അതിനകത്തുള്ള കുറച്ച് മിസ്റ്റേക്സ് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. അറ്റ്ലീസ്റ്റ് ഫ്യൂ പീപ്പിൾ ആർ റീഡിങ് ഇറ്റ്. യാ, അറ്റ്ലീസ്റ്റ് ഫ്യൂ ഓഫ് യു ആർ റീഡിങ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിനകത്ത് ഞാൻ ആ ഒരു മിസ്റ്റേക്കും കൂടെ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമ്മളുടെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. നമ്മൾ ബയോളജി ഓഫ് ടൂത്ത് മൂവ്മെൻ്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ ഇന്ന് അതിൻ്റെ രണ്ടാം ഭാഗമാണ്. അപ്പോൾ ഇന്ന് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. കാരണം പലപ്പോഴും പല ആൾക്കാർക്കും ഒരു ബുദ്ധിമുട്ട് വരാറ് ഇതിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പേടിക്കേണ്ട, മനസ്സിലാക്കാൻ പറ്റാവുന്നതിൻ്റെ ഏറ്റവും പരമാവധി സിമ്പിളാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഹോപ്പ് യു ഓൾ വിൽ ലേൺ ടുഗദർ, റൈറ്റ്? സോ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കി നോക്കാം. ഒരു കുട്ടി റീക്യാപ്പ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണ് നമ്മൾ ഈ ബയോളജി അറിയേണ്ട ആവശ്യം എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂത്ത് മൂവ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിസിയോളജിക്കൽ ടൂത്ത് മൂവ്മെൻ്റ് ആണ് കേട്ടോ, ഓർത്തഡോണ്ടിക് ടൂത്ത് മൂവ്മെൻ്റ് അല്ല. അപ്പോൾ ഫിസിയോളജിക്കൽ ടൈപ്പ് ഓഫ് ടൂത്ത് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ടൂത്ത് ഇറപ്ഷൻ ഉണ്ട്, ടൂത്ത് മൈഗ്രേഷൻ ഓർ ഡ്രിഫ്റ്റ് ഉണ്ട്, പിന്നെ ഓർത്തഡോണ്ടിക് ടൂത്ത് മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടൂത്ത് ഇറപ്ഷൻ ഉണ്ട്, ടൂത്ത് മൈഗ്രേഷൻ ആണ് ഫിസിയോളജിക്കൽ എന്ന് വരുന്നത്. മറ്റേത് പിന്നെ നമ്മളായിട്ട് ബലം പ്രയോഗിച്ചിട്ട് വരുന്ന ഒരു ഓർത്തഡോണ്ടിക് ടൂത്ത് മൂവ്മെൻ്റ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തിയറീസ് ഓഫ് ടൂത്ത് ഇറപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അങ്ങനെ അത് വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ആ ഒരു തിയറീസ് ഓഫ് ടൂത്ത് ഇറപ്ഷനകത്ത് നമ്മൾ കുറച്ചധികം തിയറീസ് പറഞ്ഞു. അതിനകത്ത് ഈ ഒരു ബോൺ ബെൻഡിങ് തിയറി നമ്മളൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വരാനുള്ള കാരണം എന്താണെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തു. ആ ബയോളജി എന്നുള്ളൊരു ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ എഡിഷനാണ്. അപ്പോൾ അതിൻ്റെ പിക്ചറിനകത്ത് നോക്കി നോക്കുമ്പോൾ നെഗറ്റീവ് സൈൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ പിക്ചറിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പിക്ചറിനകത്തുള്ള ആ ഒരു മിസ്റ്റേക്ക് കണ്ടപ്പോൾ നേരെ എന്ത് ചെയ്തു, ബാലാജി തെറ്റാകാം എന്നുള്ള ഒരു ഉദാഹരണത്തിൽ നേരെ പോയിട്ട് ഗൗരിശങ്കർ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്ക് എടുത്തു. അപ്പോൾ ഗൗരിശങ്കറിനകത്ത് കൊടുത്തിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞിട്ട് ബാലാജിയിലുള്ള എക്സ്പ്ലനേഷനും അതിനകത്തുള്ള എക്സ്പ്ലനേഷനും വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് മെസ്സേജസ് വന്നു. അപ്പോൾ ഞാൻ റെഫർ ചെയ്തു. അപ്പോൾ ഗൗരിശങ്കർ മാറ്റി വെച്ചു, ബാലാജി എന്നുള്ള ടെക്സ്റ്റ് ബുക്ക് മാറ്റി വെച്ചു, പുലരി എന്നുള്ളൊരു ടെക്സ്റ്റ് ബുക്ക് കൊടുത്തു, അതുപോലെ ശ്രീധർ പ്രേംകുമാർ കൊടുത്തു. അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ ബാലാജിയിൽ കൊടുത്തിട്ടുള്ളത് സെയിം ആണ് ബാക്കി രണ്ടെണ്ണത്തിനകത്തും. പിക്ചറിനകത്ത് കൊടുത്തിട്ടുള്ള അടിഭാഗത്തുള്ള ആ ഒരു ചെറിയ ക്യാപ്ഷനില്ലേ, അതിനകത്ത് മാത്രമാണ് ആ ഒരു മിസ്റ്റേക്ക് ഉള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിനകത്ത് ആ ഒരു മിസ്റ്റേക്കും കൂടെ റെക്ടിഫൈ ചെയ്യാണ്. ആൻഡ് ഐ എം വെരി താങ്ക്ഫുൾ ടു ദോസ് ഹു ഹാവ് pointed out the mistake. Please do point out the mistakes. We also are humans, we also will make mistakes, right? So bone bending theory അഥവാ piezoelectric theory നമുക്കറിയാം ക്യൂബ് ഡീകേ റേറ്റ് ആണ് പ്രൊഡക്ഷൻ ഓഫ് an equivalent signal opposite in direction when the force is released. നമുക്കറിയാം ഒരു ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് ക്രിസ്റ്റലാണ് നമ്മുടെ ബോൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ കാരണം കൊണ്ട് തന്നെ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ബോണ് ചെറിയൊരു തരത്തിൽ ബെൻഡ് ആവുകയും ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ട് ചെറിയൊരു ഇലക്ട്രിക് സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് അയോൺസ് മൊത്തം ഒരു സൈഡിലേക്ക് പോകും, നെഗറ്റീവ് അയോൺസ് മൊത്തം വേറെ സൈഡിലേക്ക് പോകും. മീൻസ് പോസിറ്റീവ്ലി ചാർജ്ഡ് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആവുകയാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. നമുക്ക് നോക്കി നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, സോ വെൻ യു ആർ അപ്ലൈയിങ് ഫോഴ്സ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഡയറക്ഷൻ, bone shows a tendency to bend like this. So when the bone bend like this, we have two surfaces on each side. ഒരു കോൺവെക്സ് ഉണ്ട്, ഒരു കോൺകേവ് ഉണ്ട്, അല്ലേ? കോൺവെക്സ് ഉണ്ട്, കോൺകേവ് ഉണ്ട്. അപ്പോൾ കോൺവെക്സ് സൈഡിനകത്ത് പോസിറ്റീവ് ചാർജസും വരും, കോൺകേവ് സൈഡിനകത്ത് നെഗറ്റീവ്ലി ചാർജ്ഡും ആയിരിക്കും. ഗോട്ട് ഇറ്റ്? കോൺവെക്സിനകത്ത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, കോൺകേവിനകത്ത് നെഗറ്റീവ്ലി ചാർജ്ഡും ആയിരിക്കും. അത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് റിസോർപ്ഷൻ സംഭവിക്കും, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഭാഗത്താണ് ഡെപ്പോസിഷൻ സംഭവിക്കുക. അപ്പോൾ ഞാൻ കൂടുതൽ ആലോചിച്ച സമയത്ത് എനിക്ക് തോന്നിയത് എന്തുകൊണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജസ് അട്രാക്ട്സ് പോസിറ്റീവ് എന്നല്ല, കാൽഷ്യം പ്ലസ് പ്ലസ് എന്നുള്ളത് പോസിറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ആയിരിക്കണം കാൽഷ്യത്തിൻ്റെ ഡയറക്ഷൻ പോകുന്നുണ്ടാവും. അത് കാരണം കൊണ്ടായിരിക്കും നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഭാഗത്തേക്കൊക്കെയും കാൽഷ്യം ചെന്ന് ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യും. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് പതുക്കെ റിസോർപ്ഷനും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മറക്കണ്ട,
പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് റിസോർപ്ഷനും സംഭവിക്കും, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് ഡെപ്പോസിഷനും സംഭവിക്കും. അപ്പോൾ ഇതാണ് പീസോ ഇലക്ട്രിക് തിയറി പറയുന്നത്. ഇനി നമ്മളുടെ ഇന്നത്തെ ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സോ ഹിസ്റ്റോളജി ഓഫ് ടൂത്ത് മൂവ്മെൻറ്റ്. ഈ ഹിസ്റ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാം, നമ്മളൊരു മൈക്രോസ്കോപ്പും നമ്മുടെ ഒരു ഓറൽ പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ഹിസ്റ്റോളജി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഓർമ്മ വരാം. ഹെമറ്റോക്സിനും ഇയോസിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടം ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കണം. അതാണ് നമ്മുടെ ഹിസ്റ്റോളജിക്കൽ ഇത് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഇയറിനകത്തും അതെ അനാറ്റമിക്കകത്തുള്ള ഹിസ്റ്റോളജീസ് ഒക്കെ ഉണ്ട്. ഹിസ്റ്റോളജീൻ്റെ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട്, ഞങ്ങൾക്ക് തന്നെ ഒരുപാട് ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കോമഡീസ് നടന്നിട്ടുള്ളതാണ്. ഒരുത്തൻ സ്വന്തം വീട്ടിലേക്ക് സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ അച്ഛനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കൊരു ഹെമറ്റോക്സിനും ഇയോസിനും വാങ്ങിക്കാണ്ട് ഒരു 5,000 rupees വേണമെന്നുള്ളത്. വീട്ടുകാർ ഈ ഒരു ഹെമറ്റോക്സിനും ഇയോക്സിനും ഒക്കെ കേട്ടപ്പോൾ ഭയങ്കര വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ചിട്ട് അവനെ ക്യാഷൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. 5 രൂപയുടെ പെൻസിലാണെന്നുള്ളത് വീട്ടുകാർ ഇതുവരെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. എന്തായാലും അതൊക്കെ അങ്ങനത്തെ ഒരു ടൈം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൂത്തിൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ബോണിനകത്തും അതേപോലെ അഡ്ജസൻ്റ് ആയിട്ടുള്ള ചുറ്റുവട്ടത്തുള്ള ടിഷ്യൂസിനകത്തും എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് നമ്മളുടെ ഹിസ്റ്റോളജി ഓഫ് ടൂത്ത് മൂവ്മെൻറ്റിനകത്ത് വരുന്നത്. സോ വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ എ ടൂത്ത് ടു ബ്രിങ് അബൌട്ട് ഓർത്തോഡോണ്ടിക് ടൂത്ത് മൂവ്മെൻറ്റ്, ഇറ്റ് റിസൾട്ട്സ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ഏരിയാസ് ഓഫ് പ്രഷർ ആൻഡ് ടെൻഷൻ അറൌണ്ട് ദ ടൂത്ത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ടൂത്തിനെ പുഷ് ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്ത് പ്രഷറും ഉണ്ടാവും, മറ്റേ സൈഡിൽ ടെൻഷനും ഉണ്ടാവും. കംപ്രസ്ഡ് ആയിട്ടുള്ള ഭാഗത്താണെന്നുണ്ടെങ്കിൽ പ്രഷറാണ്, സ്ട്രെച്ച് ചെയ്ത ഭാഗത്താണെന്നുണ്ടെങ്കിൽ ടെൻഷനാണ് ഉണ്ടാവുക. അപ്പോൾ പ്രഷർ സൈഡിലാണെന്നുണ്ടെങ്കിൽ റിസോർപ്ഷനും സംഭവിക്കും, സ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ടെൻഷൻ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഡെപ്പോസിഷനും സംഭവിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. പിന്നെ എമൗണ്ട് ഓഫ് the histologic changes seen during the tooth movement vary according to the amount and duration of force applied. അപ്പോൾ നമ്മളൊരു ആപ്പിൾ കടിക്കുന്ന സമയത്തും എന്തുണ്ട്, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷേ ആപ്പിൾ കടിച്ച് തിന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഫോഴ്സ് ഒക്കെ പോയി. മീൻസ് ആ ഒരു ഇനീഷ്യൽ ബൈറ്റിംഗ് ടൈമിൽ മാത്രമേ ഒരു മേജർ ഫോഴ്സ് വരുന്നുള്ളൂ. അപ്പോൾ എന്ന് കരുതിയിട്ട് അതിനകത്ത് ഫുൾ ചേഞ്ചസ് നടക്കുന്നില്ല. സോ എമൗണ്ട് ഓഫ് ഫോഴ്സ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് ഫോഴ്സ് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. എമൗണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഡ്യൂറേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെറുതായിട്ട് വെറുതെ ഇങ്ങനെ വെച്ചിട്ട് കുറേ നേരം ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ചെറിയൊരു പ്രഷർ മാത്രം കൊടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് പല്ലിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലേ. ഒരു 5 minutes ഇങ്ങനെ അമർത്തി പിടിച്ചു എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ എമൗണ്ട് ഓഫ് ഫോഴ്സിലും കാര്യമുണ്ട്, ഡ്യൂറേഷൻ ഓഫ് ഫോഴ്സിലും കാര്യമുണ്ട്. അക്കോർഡിംഗ്ലി ആണ് എന്ത് സംഭവിക്കുന്നത്, ടൂത്ത് മൂവ്മെൻറ്റ് സംഭവിക്കുന്നത്. സോ ഹിസ്റ്റോളജിക്കൽ ചേഞ്ചസ് seen can be studied under 2 headings. ഒന്ന് mild force and major force, that is heavy force. So the changes following the application of mild force and the changes following the application of extreme force. ഒന്നുകൂടെ പറയാം, changes following the application of mild force and the changes following the application of heavy force അഥവാ extreme force. അപ്പോൾ ലൈറ്റ് ആയിട്ടുള്ള ഫോഴ്സ് കൊടുക്കുന്ന സമയത്തും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ഹെവി ആയിട്ടുള്ള ഫോഴ്സസ് കൊടുക്കുന്ന സമയത്തും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് ആയിട്ടുള്ള കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണെന്നുള്ളതാണ് ഒന്ന്, ഹെവി ആയിട്ട് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതാണ് അടുത്തത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടാണ് ഇനിയുള്ള അങ്ങോട്ടുള്ള ഹിസ്റ്റോളജിക്കൽ ചേഞ്ചസ് വരാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ വാട്ട് ആർ ദി ചേഞ്ചസ് ഫോളോയിങ് ദി ആപ്ലിക്കേഷൻ ഓഫ് എ മൈൽഡ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ചേഞ്ചസ് ഓൺ പ്രഷർ സൈഡ് നമുക്കറിയാം, പ്രഷർ സൈഡും ഉണ്ട്, ടെൻഷൻ സൈഡും ഉണ്ട്. ഇനി മൈൽഡ് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് പ്രഷർ സൈഡിൽ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളത് നോക്കി നോക്കാം. സോ ദി പെരിഡോണൽ ലിഗമെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ടൂത്ത് മൂവ്മെന്റ് ഗെറ്റ്സ് കംപ്രസ്ഡ് to an almost 1/3 of its original thickness. A marked increase in the vascularity is observed due to increase in the capillary blood pressure. അപ്പോൾ പെരിഡോണ്ടൽ ലിഗമെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ടൂത്ത് മൂവ്മെന്റ് ഗെറ്റ്സ് കംപ്രസ്ഡ് ടു ഓൾമോസ്റ്റ് 1/3 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ തിക്നെസ്. നമ്മൾ എന്താ പറയുക, നമ്മൾ ആ ഒരു ഇത് ചെയ്യുന്ന സമയത്ത്, ആ ഒരു പ്രഷർ കൊടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് അറ്റം വരെയും മുട്ടിച്ചിട്ട് അങ്ങോട്ട് തട്ടിക്കാണ്ട് ചെറിയൊരു പ്രഷറിൽ, അതായത് ഒരു ലെറ്റ്സ് സേ ദാറ്റ് 1 millimeter ആണ് പെരിഡോണ്ടൽ ലിഗമെന്റിന്റെ തിക്നെസ് എന്നുണ്ടെങ്കിൽ അതിന്റെ 1/3 മാത്രമാണ് നമ്മൾ കംപ്രസ് ചെയ്യുന്നത്. അതായത് ഓൾമോസ്റ്റ് ഒരു 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 to 30 to 40%. 30 to 40% പെരിഡോണൽ ലിഗമെന്റ്സിന് നമ്മൾ കംപ്രസ് ചെയ്ത് വെക്കുകയാണ്. ബാക്കി 60% അവിടെ ഫ്രീ ആണ് അവർ. അതായത് കംപ്ലീറ്റ് ആയിട്ട് എന്തില്ല, ബ്ലഡ് വെസൽസിനെ അടഞ്ഞിട്ടില്ല, അതിനകത്തൂടെ ബ്ലഡ് പാസേജും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ്. ജസ്റ്റ് ലൈക്ക് നമ്മളിങ്ങനെ പൊത്തി പിടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലേ, നമ്മളിപ്പോൾ ഈ മാസ്ക് ഒക്കെ ഇടുന്ന സമയത്ത് ആ ഒരു ബ്രീതിങ്ങിന് വരുന്ന റെസ്ട്രിക്ഷൻസ് ഇല്ലേ, അതേപോലെ ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ്, ബട്ട് ദേ ആർ ഏബിൾ ടു മൂവ് ഇൻസൈഡ്. Okay, so a marked increase in the vascularity is observed due to increase in the capillary blood
സപ്ലൈ. അപ്പോൾ ആ ഒരു തിക്നെസ് വരുന്ന സമയത്ത് എന്തുണ്ടാവും, അവിടെ ഒരു കാപ്പിലറി ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ആവാൻ തുടങ്ങും. ആ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ അവിടെ കുറച്ചധികം ഇൻക്രീസ്ഡ് വാസ്കുലാരിറ്റി ഉണ്ടാവാൻ തുടങ്ങും. ആൻഡ് ദിസ് ഇൻക്രീസ് ഇൻ ബ്ലഡ് സപ്ലൈ ഹെൽപ്സ് ഇൻ മൊബിലൈസേഷൻ ഓഫ് സെൽസ് സച്ച് ആസ് ഫൈബ്രോബ്ലാസ്റ്റ് ആൻഡ് ഓസ്റ്റിയോക്ലാസ്റ്റ്. അപ്പോൾ ഈ ഒരു ഇൻക്രീസ്ഡ് വാസ്കുലാരിറ്റി കാരണം കൊണ്ട് എന്താണ് ഫൈബ്രോബ്ലാസ്റ്റിനും ഓസ്റ്റിയോക്ലാസ്റ്റിനും എല്ലാ സാധനങ്ങൾക്കും ഓസ്റ്റിയോബ്ലാസ്റ്റും ഓസ്റ്റിയോക്ലാസ്റ്റും ആ ഭാഗം എല്ലാവിധ എന്താ പറയുക ബോൺ റീമോഡലിംഗ് ആയിട്ടുള്ള സെൽസിന് എല്ലാത്തും എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിലേക്ക് അങ്ങനെ വന്ന് നിൽക്കാൻ പറ്റും, ഈസി ആയിട്ട് വരാൻ പറ്റും. അപ്പോൾ ഇതാണ് പ്രഷർ സൈഡിനകത്ത് വരുന്ന മേജർ ആയിട്ടുള്ള ചേഞ്ചസ്. ദി ഓസ്റ്റിയോക്ലാസ്റ്റ് ആർ ബോൺ റിസോർബിംഗ് സെൽ സീൻ അലോങ് ദി സോക്കറ്റ് വാൾ ഓൺ ദി പ്രഷർ സൈഡ്. അപ്പോൾ ഓസ്റ്റിയോക്ലാസ്റ്റ് ആർ ദി ബോൺ റിസോർബിംഗ് സെൽസ്. ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണിനെ റിസോർബ് ചെയ്യുന്ന സെൽസ് ആണ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് ബോണിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സെൽസും ആണ്. അപ്പോൾ ഈ ഓസ്റ്റിയോക്ലാസ്റ്റ് ആർ ദി ബോൺ റിസോർബിംഗ് സെൽസ് സീൻ അലോങ് ദി സോക്കറ്റ് വാൾ ഓൺ ദി പ്രഷർ സൈഡ്. അപ്പോൾ നമ്മൾ പ്രഷർ കൊടുക്കുന്ന വാളിൻ്റെ സൈഡിലാണ് ആര് വരിക, ഓസ്റ്റിയോക്ലാസ്റ്റ് വന്ന് നിൽക്കുക. സോ ദേ ലൈ വിത്തിൻ ദി ഷാലോ ഡിപ്രഷൻ കോൾഡ് ആസ് ഹൗഷിപ്സ് ലാക്യുനെ. ഹൗഷിപ്സ് ലാക്യുനേൻ്റെ മൈൽഡ് ആയിട്ടുള്ള ഡിപ്രഷൻസിൻ്റെ അതിനകത്താണ് ഇതിനെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ആൻഡ് ദി ഓസ്റ്റിയോക്ലാസ്റ്റ് ദാറ്റ് ലൈ വിത്തിൻ ദിസ് ഹൗഷിപ്പ് ലാക്യുനെ സ്റ്റാർട്ട് റിസോർബിങ് ബോൺ. അപ്പോൾ നമ്മൾ ചെറിയൊരു പ്രഷർ നമ്മളൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് കൊടുക്കണം. 40% പെരിഡോണൽ ലിഗമെന്റ്സ് കംപ്രസ്ഡ് ആവുകയായി. 40% പെരിഡോണൽ ലിഗമെന്റ്സ് കംപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആ ഭാഗത്തുള്ള കാപ്പിലറി പ്രഷർ കൂടാൻ തുടങ്ങും. കാപ്പിലറി പ്രഷർ കൂടുമ്പോൾ അവിടെ ഒരു ഇൻക്രീസ്ഡ് വാസ്കുലാരിറ്റി വരും. ഇൻക്രീസ്ഡ് വാസ്കുലാരിറ്റി വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കുള്ള ഫൈബ്രോബ്ലാസ്റ്റിനകത്തും അതേപോലെ ഓസ്റ്റിയോക്ലാസ്റ്റിനകത്തും എല്ലാ തരത്തിലുള്ള മൂവ്മെന്റ്സ് കുറച്ചുകൂടെ സ്പീഡപ്പ് ആവാൻ തുടങ്ങും. അവർക്ക് മൊബൈലൈസേഷൻ തുടങ്ങും. ഈ ഒരു മൊബൈലൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ത് ചെയ്യാൻ തുടങ്ങും, സോക്കറ്റിൻ്റെ വാളിൻ്റെ മുകളിൽ കംപ്ലീറ്റ് പോയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാൻ തുടങ്ങും. ഏറ്റവും കൂടുതലായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഏത് ഭാഗത്താണ്, ഈ ഹാബോഷിപ്പ് ലാക്യുനയിലാണ്. അപ്പോൾ ആ ഭാഗത്തുനിന്ന് എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും, ബോൺ റിസോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് പ്രഷർ സൈഡിൽ ഉണ്ടാവാൻ പോകുന്നത്. സോ വെൻ ദി ഫോഴ്സ് അപ്ലൈഡ് ആർ വിത്തിൻ ദി ഫിസിയോളജിക്കൽ ലിമിറ്റ്, periodontal fibers are compressed only to a certain extent and causes little or ideally no hyalinization. So this is possible only when the forces are close to the capillary pulse pressure, that is 20 to 26 gram per centimeter square of root surface area. അപ്പോൾ ടോട്ടൽ റൂട്ട് സർഫസ് ഏരിയൻ്റെ 20 മുതൽ 26 ഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിലേക്കുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കേട്ടോ. അതായത് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ഹയലിനൈസേഷൻ എന്നുള്ളൊരു വാക്ക് കണ്ടു നമ്മൾ. ഈ ഒരു ഹയലിനൈസേഷൻ എന്ന് പറയുന്നത് കുറച്ചേ പ്രൊഡ്യൂസ് ആവുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. പേടിക്കേണ്ട, അടുത്ത 2-3 സ്ലൈഡ് ആകുമ്പോൾ എന്താണ് ഈ ഹയലിനൈസേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇപ്പോഴത്തേക്ക് ഇങ്ങനെ മാത്രം ആലോചിച്ച് വയ്ക്കുക. വെൻ ദി ഫോഴ്സസ് ആർ അപ്ലൈഡ് വിത്തിൻ ദി ഫിസിയോളജിക്കൽ ലിമിറ്റ്. ഫിസിയോളജിക്കൽ ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള 20 to 26 ഗ്രാം പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ, അതാണ് നമ്മുടെ ഫിസിയോളജിക്കൽ ലിമിറ്റ് ഉള്ളത്. അപ്പോൾ ആ ഒരു ലിമിറ്റിനകത്ത് മാത്രം പ്രഷർ കൊടുക്കുമ്പോൾ പെരിഡോണ്ടൽ ലിഗമെന്റ്സ് ആ ഒരു ലിമിറ്റിൽ മാത്രമേ കംപ്രസ്ഡ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ കംപ്രസ്ഡ് ആവുന്ന സമയത്ത് ആ ഭാഗത്ത് എന്തുണ്ടാവുന്നില്ല, ഹയലിനൈസേഷൻ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറവ് ഹയലിനൈസേഷൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസോർപ്ഷനെയാണ് നമ്മൾ ഫ്രോണ്ടൽ റിസോർപ്ഷൻ എന്ന് പറയുന്നത്. എന്നുള്ളത് ജസ്റ്റ് തലയിൽ മാറ്റി വയ്ക്കുക. എന്താണ് ഫ്രോണ്ടൽ റിസോർപ്ഷൻ എന്നുള്ളത് ഞാൻ അടുത്ത സ്ലൈഡ്സിനകത്ത് പറഞ്ഞുതരാം. ഓക്കെ, സോ ചേഞ്ചസ് ഓൺ ദി ടെൻഷൻ സൈഡ്. ഇനി അടുത്തത് ടെൻഷൻ സൈഡിനകത്ത് വരുന്ന ചേഞ്ചസ് ആണ്. അപ്പോൾ ഏരിയ ഓഫ് ടൂത്ത് ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഈസ് കോൾഡ് ആസ് ടെൻഷൻ സൈഡ്. നമുക്കറിയാം, നമ്മൾ പ്രഷർ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ടെൻഷൻ സൈഡ് വരുന്നത്. അതായത് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുന്ന ഭാഗം, ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന ഭാഗം. സോ ഓൺ ദി ആപ്ലിക്കേഷൻ ഓഫ് ഓർത്തോഡോണ്ടിക് ഫോഴ്സ്, പെരിഡോണ്ടൽ മെംബ്രെയിൻ ഓൺ ദി ടെൻഷൻ സൈഡ് ഗെറ്റ് സ്ട്രെച്ച്. Thus, distance between the alveolar process and the tooth is widened. നമ്മൾ ആ ഒരു ടെൻഷൻ സൈഡ് വരുന്ന സമയത്ത് ആൽവെലാർ പ്രോസസ്സും ടൂത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടാൻ തുടങ്ങും. സോ ഇൻ അഡീഷൻ ടു സ്ട്രെച്ചിങ്, എ റേസ്ഡ് വാസ്കുലാരിറ്റി ഈസ് സീൻ ഓൺ ദ ടെൻഷൻ സൈഡ് ജസ്റ്റ് ആസ് ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്. ഈ ഭാഗത്തും അതെ, കാരണം കംപ്ലീറ്റ് ബ്ലഡ് വെസൽസും കംപ്ലീറ്റ് പെരിഡോണൽ ലിഗമെന്റ്സും ഒക്കെ വലിഞ്ഞു നിൽക്കുന്ന കാരണം ആ ഭാഗത്ത് എന്തുണ്ട്, ഒരു ഇൻക്രീസ്ഡ് വാസ്കുലാരിറ്റി ഉണ്ട്. സോ ദ റേസ്ഡ് വാസ്കുലാരിറ്റി കോസസ് ദി മൊബിലൈസേഷൻ ഓഫ് സെൽസ് സച്ച് ആസ് ഫൈബ്രോബ്ലാസ്റ്റ് ആൻഡ് ഓസ്റ്റിയോബ്ലാസ്റ്റ് ഇൻ ദിസ് ഏരിയ. ഓസ്റ്റിയോബ്ലാസ്റ്റ് നേരത്തെ അവിടെ കണ്ടത് ഓസ്റ്റിയോക്ലാസ്റ്റ് ആണ്, ഇവിടെ ഓസ്റ്റിയോബ്ലാസ്റ്റ് ആണ് കാണുന്നത്. ബ്ലാസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നു, ബ്ലാസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ആ ഭാഗത്ത് വന്നിട്ട് അടിഞ്ഞു കൂടിയിരിക്കുന്നു. ബോൺ ഡെപ്പോസിഷൻ ആണ് ബ്ലാസ്റ്റിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇൻ റെസ്പോൺസ് ടു ദിസ് ട്രാക്ഷൻ, ഓസ്റ്റിയോയിഡ് ഈസ് ലേഡ് ബൈ ഓസ്റ്റിയോബ്ലാസ്റ്റ് ഇൻ ദി പീഡിയൽ ഇമ്മീഡിയറ്റ്ലി അഡ്ജസ്റ്റൻറ്റ് ടു ദി ലാമിന ഡ്യൂറ. അപ്പോൾ ലാമിന ഡ്യൂറേൻ്റെ നേരെ സൈഡ് പോയിട്ട് എന്ത് ചെയ്യും, ഓസ്റ്റിയോബ്ലാസ്റ്റ് എല്ലാം കൂടി ചെന്നിട്ട് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കാൻ തുടങ്ങും. ഒട്ടിപ്പിടിച്ചിട്ട് ആ ഭാഗത്ത് എന്ത് ചെയ്യാൻ തുടങ്ങും, ബോൺ റിസോർപ്ഷൻ അല്ല ബോൺ ഡെപ്പോസിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. സോ ദിസ് ലൈറ്റ്ലി കാൽസിഫൈഡ് ബോൺ ഈസ് ഡ്യൂ കോസ് ഓഫ് ടൈം മെച്ചേഴ്സ് ഫോർ woven bone. So changes on extreme force.
അപ്പോൾ നമ്മളിപ്പോൾ ടെൻഷൻ സൈഡിൽ എന്താ ഉണ്ടാവുക നോക്കി, ലൈറ്റ് ഫോഴ്സ് കൊടുക്കുമ്പോൾ പ്രഷർ സൈഡിൽ എന്താ ഉണ്ടാവുക നോക്കി. അടുത്തത് എക്സ്ട്രീം ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ്. സോ ചേഞ്ചസ് ഓൺ ദി pressure side. So when an extreme forces are applied to the tooth, it results in crushing of total compression of periodontal ligaments. അല്ലേ, നമ്മൾ ലൈറ്റ് ആയിട്ടുള്ള ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് വെറും 40% മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് കൂടെ കുറച്ച് ബ്ലഡിനും ബാക്കിയുള്ള റെസിഡിയൽ ഫ്ലൂയിഡ്സിനും നമ്മുടെ GCF ഒക്കെയും കാര്യമായിട്ട് തന്നെ പോകാൻ പറ്റും, ദോ ഇറ്റ് ഈസ് ലിമിറ്റഡ്. പക്ഷേ ഹെവി ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ 100% കംപ്ലീറ്റ്ലി ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് എന്തുണ്ടാവില്ല, ബ്ലഡ് സപ്ലൈയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബ്ലഡ് സപ്ലൈയും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്കറിയാം, നമ്മളൊരു വിരലിൻ്റെ മുകളിൽ നല്ല മുറുക്കിയിട്ട് ഒരു നൂല് ചുറ്റിക്കഴിഞ്ഞാൽ ഈ സൈഡ് നീലിക്കാൻ തുടങ്ങും, നീല കളറാവാൻ തുടങ്ങും, കുറച്ച് കഴിഞ്ഞ് കല്ലയ്ക്കാൻ തുടങ്ങും. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കുറേ കഴിഞ്ഞാൽ ഈ ഭാഗത്ത് സെൽസ് ഡെത്ത് ആവാൻ തുടങ്ങും അല്ലേ. ആ ഭാഗത്തേക്കുള്ള ഓക്സിജൻ സപ്ലൈയും ബ്ലഡ് സപ്ലൈ ഒക്കെയും കട്ടാവുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കംപ്ലീറ്റ് സെൽ ഡാമേജ് വരാൻ തുടങ്ങും. ഇവിടെയും സെയിം സിനാരിയോ ആണ്. നമ്മൾ പ്രഷർ കൊടുക്കുന്നു, കംപ്ലീറ്റ് ബ്ലഡ് വെസൽസും പെരിഡോണ്ടൽ ഫൈബേഴ്സും GCFും എല്ലാതും പോയി കഴിഞ്ഞാൽ ഒരു ഏരിയ ഓഫ് സെൽസ് ആർ ഗോയിങ് ടു ഡൈ. Right? So this is what happens with an extreme force. So on the pressure side, root closely approximate lamina dura compresses the periodontal ligament and leads to occlusion of the blood vessels. Occlusion എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽസ് ഞെങ്ങി ഇരുന്നു, അതിനകത്തുകൂടെ പിന്നെ ബ്ലഡ് വരാൻ പോകുന്നില്ല. So the ligament is hence deprived of its all nutritional supply and leading to regressive changes called as hyalinization. വൺസ് ആ ഭാഗത്ത് നിന്നുള്ള കംപ്ലീറ്റ് ഈ ഒരു ഞെങ്ങിയിരിക്കുന്ന പെരിഡോണ്ടൽ ലിഗമെന്റ്സിന്റെ മുകളിൽ നിന്ന് കംപ്ലീറ്റ് ന്യൂട്രിയൻസും ബ്ലഡ് സപ്ലൈയും എല്ലാതും പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഗ്രാജുവലി ഒരു ഹൈലൈനൈസ്ഡ് ടിഷ്യൂ ആയിട്ട് മാറുകയാണ് ചെയ്യുക, അതായത് ഡെഡ് സെൽസ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഹൈലൈനൈസ്ഡ് ടിഷ്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഹൈലൈനൈസേഷൻ ഉണ്ട്, ഓർക്കുക. അപ്പോൾ ഇൻ ദിസ് കേസ് ദ ബോൺ കാനോട്ട് റിസോർബ് ഇൻ ദി ഫ്രോണ്ടൽ പോർഷൻ അഡ്ജസന്റ് ടു ദ ടീത്ത്. ശരിയല്ലേ? കാരണം ബോണിന് റിസോർബ് ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ആ ഭാഗത്ത് കുറച്ച് വാസ്കുലാരിറ്റി ഉണ്ടാവണം. വാസ്കുലാരിറ്റി ഉണ്ടാകുമ്പോഴാണ് ഈ ഫൈബ്രോബ്ലാസ്റ്റും ഓസ്റ്റിയോക്ലാസ്റ്റും എല്ലാതും വരുന്നത്. പക്ഷേ ഇവിടെ എന്താണുള്ളത്, കംപ്ലീറ്റ് ബ്ലഡ് വെസൽസ് എല്ലാതും ഞെങ്ങിയിരിക്കുന്ന കാരണം കൊണ്ട് ആ ഭാഗത്ത് ഒരു വാസ്കുലാരിറ്റി ഇല്ല. വാസ്കുലാരിറ്റി ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ എന്തുണ്ടായി, പെരിഡോണ്ടൽ ലിഗമെന്റ്സ് ഒക്കെയും ഹൈലൈനൈസ്ഡ് ആയി. വൺസ് ഹൈലൈനൈസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നേരെ പോയിട്ട് ഫൈബ്രോബ്ലാസ്റ്റിനും ഓസ്റ്റിയോബ്ലാസ്റ്റിനും ഒന്നും അവിടെ ചെന്ന് മീൻസ് ഓസ്റ്റിയോക്ലാസ്റ്റിനും ഫൈബ്രോബ്ലാസ്റ്റിനും അവിടെ ചെല്ലാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് റാദർ ദി ബോൺ റിസോർപ്ഷൻ ഒക്കേഴ്സ് ഇൻ ആൻ അഡ്ജസൻറ്റ് സ്പേസ് ഓഫ് ദി ആൽവലാർ പ്ലേറ്റ് below, behind and above the hyalinized foam. So this kind of resorption is called as an undermined or rearward resorption. ഇത് കൺഫ്യൂഷൻ ആണെന്ന് എനിക്കറിയാം, പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ കംപ്ലീറ്റ് എല്ലാം മനസ്സിലാക്കുന്ന തരത്തിൽ അടുത്തടുത്ത സ്ലൈഡ്സിനകത്തുണ്ട്. അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കുക. ഓക്കെ, വി വിൽ കം ടു ദിസ് അണ്ടർമൈൻഡ് ആൻഡ് ഫ്രോണ്ടൽ റിസോർപ്ഷൻസ് വൺസ് അഗൈൻ. അപ്പോൾ ഹെവി പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഹെവി ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് അണ്ടർമൈൻഡ് റിസോർപ്ഷൻ ഉണ്ടാകും. ലൈറ്റ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രോണ്ടൽ റിസോർപ്ഷൻ ഉണ്ടാകും. ഇത്രയും മാത്രം ആലോചിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇനി ഹെവി പ്രഷർ കൊടുക്കുന്ന സമയത്ത് ടെൻഷൻ സൈഡിൽ എന്താ ഉണ്ടാവുക നോക്കാം. സോ PDL ഗെറ്റ്സ് ഓവർ സ്ട്രെച്ച്ഡ് ലീഡിങ് ടു ടിയറിംഗ് ഓഫ് ദി ബ്ലഡ് വെസൽസ് ആൻഡ് ഇസ്കീമിയ. ഒബ്വിയസ്ലി നല്ലപോലെ നീട്ടി വലിച്ചു കഴിഞ്ഞാൽ ഓവർ സ്ട്രെച്ച് ആവും, ടിയർ ചെയ്യാൻ തുടങ്ങും, ഇസ്കീമിക് ആവും. ഇസ്കീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് വരാൻ തുടങ്ങും ആ ഭാഗത്ത്. ദസ് വെൻ ആൻ എക്സ്ട്രീം ഫോഴ്സസ് ആർ അപ്ലൈഡ് there is a net increase in the osteoclastic activity as compared to the bone formation, which results that the tooth become loosened in its socket. മനസ്സിലായില്ലേ? ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ടിവിറ്റി ആണ് കൂടുതൽ, അതായത് തുരക്കലാണ് കൂടുതൽ, റിസോർപ്ഷൻ ആണ് കൂടുതൽ ഉണ്ടാവുക റാദർ ദാൻ ഡെപ്പോസിഷൻ. റിസോർപ്ഷൻ കൂടുതലാവാൻ തുടങ്ങി കഴിഞ്ഞാൽ പല്ല അതിൻ്റെ മുകളിൽ കിടന്നിട്ട് ഇങ്ങനെ ആടാൻ തുടങ്ങും. ഓക്കെ, സോ ഇൻ അഡീഷൻ പെയിൻ ആൻഡ് ഹൈപ്പറീമിയ ഓഫ് ദി ജിഞ്ചൈവ മേ ഒക്കർ ഡ്യൂ ടു ദി ആപ്ലിക്കേഷൻ ഓഫ് എക്സ്ട്രീം ഫോഴ്സ് ഡ്യൂറിംഗ് ഓർത്തോഡോണ്ടിക് ടൂത്ത് മൂവ്മെന്റ്. നോക്കി നോക്കാം എന്താണെന്നുള്ളത്. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ വെൻ യു അപ്ലൈ എ മൈൽഡ് സ്ട്രെസ്, മൈൽഡ് ഫോഴ്സ്. മൈൽഡ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആൾ ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ പറയുക, അതിനകത്ത് മൂവ് ചെയ്യാൻ പറ്റും, ബ്രീത്ത് ചെയ്യാൻ പറ്റും. ഹെവി ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ബ്രീത്തിങ് നടക്കില്ല, ഒന്നും നടക്കില്ല. സോ ദിസ് ഈസ് ഹൗ ദി പെരിഡോണ്ടൽ ലുക്സ് വെൻ യു അപ്ലൈ ഹെവി ഫോഴ്സ് ആൻഡ് മൈൽഡ് ഫോഴ്സ്. ഹോപ്പ് യു ഓൾ ഗോട്ട് ദി ഐഡിയ, റൈറ്റ്? മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ കെമിക്കൽ മീഡിയേറ്റേഴ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഈ ഒരു കെമിക്കൽ മീഡിയേറ്റേഴ്സിൻ്റെ ഭാഗം വരുമ്പോഴാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ. കാരണം ഒരുപാട് ഫസ്റ്റ് മെസ്സഞ്ചേഴ്സ്, സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളുടെ പേര് വരും. പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഓക്കെ, സോ to explain this properly, I'm gonna give you a story. Okay, shall we start? അപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നോളൂ. ഏതെങ്കിലും ഒരു ഭാഗം വിട്ടുപോയി കഴിഞ്ഞാൽ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യുക, വീണ്ടും കാണാം കേട്ടോ. ഈ ഒരു ഓഫർ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ തിയറി ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ റിവൈൻഡിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ലെറ്റ്സ് ഇമാജിൻ എ പ്ലേസ്. സോ ദിസ് ഈസ് എ റൂം, അല്ലെങ്കിൽ നമ്മുടെ ഓർത്തോ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം.
ഓക്കെ, ദിസ് എൻറ്റയർലി ഈസ് ദി ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദി എൻറ്റയർ ഡെൻ്റൽ കോളേജ്. എൻറ്റയർ ഡെൻ്റൽ കോളേജിനകത്തുള്ള ഓർത്തോ ഡിപ്പാർട്ട്മെൻ്റ് ആണത്. അങ്ങനെ വിചാരിച്ചു. ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് ഇതിൻ്റെ ഡോറാണ് ആ കാണുന്നത്. ഈ വെള്ള കളറിലില്ലേ, ഇതാണ് നമ്മുടെ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഡോറ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെമിനാർ റൂമാണ് ഈ കാണുന്നത്. നമ്മളുടെ സെമിനാർ റൂം, ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്യാബിൻ സെമിനാർ റൂം, അതിൻ്റെ ഡോറാണ് ആ കാണുന്നത്. വെരി ക്ലിയർ അല്ലേ? അതിൻ്റെ ഡോറാണ് ആ കാണുന്നത്. ഇനി ഇതിന് കുറേ വിൻഡോസും ഉണ്ട് അല്ലേ? നമ്മുടെ സെമിനാർ റൂമിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റോറും ജനലുകളുണ്ട്. ഇത്രയും ഓക്കെ അല്ലേ? അപ്പോൾ ഇനി സെമിനാർ റൂമിൻ്റെ നടുക്കും ഭാഗത്തുള്ള ടേബിള്, ഈ ടേബിളിൻ്റെ ചുറ്റോറും നമ്മൾ ഇരിക്കുന്നു. നമ്മളൊരു 10 ആൾക്കാർ അതിൻ്റെ ചുറ്റോറും ഇങ്ങനെ ഇരുന്ന് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ഭാഗത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സ്റ്റാഫ് അവിടെ വന്നിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള PG സ്റ്റുഡൻസിനൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. അവരപ്പുറത്തുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റാഫുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചെയർ സൈഡ് അസിസ്റ്റൻറ്റ്, ലാബ് ടെക്നീഷ്യൻസ്, അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റിൽ വേണ്ട ബാക്കിയുള്ള ആൾക്കാർ കുറച്ച് പേര് ഈ സെമിനാർ റൂം അല്ലാണ്ട് പുറത്തിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിനകത്തേക്ക് പെട്ടെന്ന് ഒരു 3 ആൾക്കാർ ഒന്നും പറയാണ്ട് നേരെ അങ്ങോട്ട് കയറി വന്നു. നേരെ കയറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി വന്നു. ആരോടൊന്നും ചോദിക്കാനും പറയാനൊന്നുമില്ല. അവർ നേരെ വന്നു സെമിനാർ റൂമിനകത്തേക്കും കയറി കഴിഞ്ഞിട്ട് പറഞ്ഞു, യു പീപ്പിൾ ആർ ബീൻ കിഡ്നാപ്ഡ് അല്ലെങ്കിൽ ഹൈജാക്ട്. നിങ്ങളെ ഞങ്ങൾ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി മനസ്സിലായില്ലേ? 3 ടെററിസ്റ്റ് വന്നു എന്ന് തന്നെ വേണേ വിചാരിക്കാം. 3 ടെററിസ്റ്റ് വന്നു, റൂമിനകത്തേക്ക് കയറി, എന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞു നമ്മളതിനൊക്കെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. ആ റൂമും കാര്യങ്ങളൊക്കെയും അതിന് അവരുടെ കീഴിലാണുള്ളത്. ആര് പുറത്തേക്ക് പോകാൻ നോക്കിക്കഴിഞ്ഞാൽ അവന്മാർ വെടിവെച്ച് കൊല്ലും. അപ്പോൾ ഞാൻ പറഞ്ഞു ടെററിസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇനി ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എൻറ്റയർ ടൂത്ത് മൂവ്മെൻറ്റും സംഭവിക്കാൻ പോകുന്നത് കേട്ടോ. ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് ഇനി മുതലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ അടുത്ത സിനാരിയോ എന്തായിരിക്കും ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബിയസ്ലി ഇവന്മാർ ഉള്ളിൽ അതിനകത്ത് കയറി വന്ന് ഇങ്ങനെ പറഞ്ഞ് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി 2 വെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് ആ ഭാഗത്ത് ആ അറ്റത്ത് കാണുന്ന 3 ഡോട്ടില്ലേ, എക്സ്ട്രീം അറ്റത്ത് കാണുന്നു, അവരൊക്കെ ഇറങ്ങി ഓടും ഇല്ലേ? ഓടിക്കഴിഞ്ഞാൽ അവിടെ നിൽക്കുമോ? ഇല്ല. അവരാരെങ്കിലും ഒരാൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യും? ഫോൺ ചെയ്യും പോലീസിന്. ശരിയല്ലേ? അവർ ഫോൺ ചെയ്യും പോലീസിന്. അപ്പോൾ ഈ ഫോൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്ന് പറയുന്നതാണ് അരക്കഡോണിക് ആസിഡ് മെറ്റബോളിസം എന്ന് പറയുന്നത്. ഓക്കെ, അരക്കഡോണിക് ആസിഡ് മെറ്റബോളിസം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സൈക്ലിക് ഓക്സിജനേസും അതേപോലെ ലോക്സ് എന്ന് പറയുന്നതൊക്കെ, കോക്സും അതേപോലെ ലോക്സും, നമ്മുടെ പ്രോസ്റ്റോഗ്ലാൻഡിൻ ഇൻഹിബിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ ഒരു സൈക്ലിക് AMP പാത്വേസ് ഒക്കെ ഇല്ലേ, അതിനകത്ത് വരുന്നതാണ് ഈ കോക്സും ലോക്സും ഒക്കെ. അപ്പോൾ ആ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഒരു മെസ്സേജ് ഗിവിങ് ആണ് ടു ദി ലോക്കൽ മീഡിയേറ്റേഴ്സിന് കൊടുക്കുന്ന ഒരു മെസ്സേജാണ് ഈ വക സാധനങ്ങളൊക്കെ. വൺസ് ഈ കോക്സും ലോക്സും കൊടുത്തു കഴിഞ്ഞാൽ ആര് വരും സീനിലേക്ക്? നമ്മുടെ പോലീസ് മാമന്മാർ വരും. ശരിയല്ലേ? പോലീസ് മാമന്മാർ വരും. ഇതുപോലെ ഒരു ലാത്തിയൊക്കെ കൈ പിടിച്ചിട്ട് പോലീസ് മാമന്മാർ വരും. പോലീസ് മാമന്മാർ വന്നു കഴിഞ്ഞാൽ അവരെന്നെയാണ് നമ്മൾ ഫസ്റ്റ് മെസ്സഞ്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ദോസ് ആർ ദി പ്രോസ്റ്റോഗ്ലാൻഡിൻസ് ആൻഡ് സൈറ്റോകൈൻസ്. പ്രോസ്റ്റോഗ്ലാൻഡിൻസും ഉണ്ട്, സൈറ്റോകൈൻസും ആണ് അവർ പോലീസുകാർ. അപ്പോൾ അവർ വന്ന് നോക്കി, അവരെ കൊണ്ട് ഒരു രക്ഷയില്ല. പോലീസുകാർ ലാത്തിയും പിടിച്ച് നിൽക്കുന്നു, ടെററിസ്റ്റുകാരുടെ കയ്യിൽ തോക്കും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഓക്കെ, ടെററിസ്റ്റുമാരെ കയ്യിൽ തോക്കും പിടിച്ചാൽ നിൽക്കുന്നത്, പോലീസുകാർ ലാത്തിയും പിടിച്ചാൽ നിൽക്കുന്നത്, അവർക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. സോ ഒബ്വിയസ്ലി ദേ ഹാവ് ടു ഗിവ് എ മെസ്സേജ് ടു ദി ഹയർ ലെവൽ, ദാറ്റ് ഈസ് അവർ military ops. So military people are the one who are going to come here in this particular place and gonna check what all things are happening there. So this is our second messengers. അപ്പോൾ പോലീസുകാർ നമ്മുടെ ഫസ്റ്റ് മെസ്സഞ്ചേഴ്സാണ്. അവർ നേരെ മെസ്സേജ് കൊടുത്തു ഹെഡ് ക്വാർട്ടേഴ്സ് അഥവാ നമ്മുടെ ബ്രെയിനിനകത്തേക്കുള്ള ഇമ്പൾസും മെസ്സേജസും കാര്യങ്ങളൊക്കെ കൊടുത്തു. ബ്രെയിൻ എന്ത് ചെയ്തു? അവിടെ ചെന്നിട്ട് ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കെമിക്കൽ മീഡിയേറ്റേഴ്സ് ആയിട്ടുള്ള ന്യൂട്രോഫിൽസും ഈസ്നോഫിൽസും അതേപോലെ ബേസോഫിൽസും അങ്ങനെ വേണ്ട എല്ലാവിധ മീഡിയേറ്റേഴ്സിനെയും മാക്രോഫാജസിനെയും അങ്ങനത്തെ ലിംഫോസൈറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ നമ്മുടെ വൈറ്റ് ബ്ലഡ് സെൽസിനകത്ത്. അതായത് ഈ ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാക്കുന്ന ടീംസ് അവരെന്നെ മൊത്തത്തിൽ ഇങ്ങോട്ടേക്ക് വിട്ടു. അതാണ് ഈ ഒരു സൈക്ലിക് AMP, ഇനോസിറ്റോൾ ഫോസ്ഫറ്റേസും ട്രയാസിൻ കൈനേസും ഒക്കെ വരുന്നത്. അപ്പോൾ ഇവന്മാരൊക്കെ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവന്മാർ തീരുമാനിക്കും ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. ശരിയല്ലേ? അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് മീഡിയേറ്റേഴ്സ് ഉണ്ട്, അതായത് അരക്രോണിക് ആസിഡ് മെറ്റബോളിസം സംഭവിക്കോടെ കോക്സും ലോക്സും പ്രൊഡ്യൂസ് ആവുകയാണ്. അവർ 2 സ്പ്ലിറ്റ് ആവാൻ തുടങ്ങും. സൈക്ലിക് AMP, GMP അവർക്ക് സാധനങ്ങളൊക്കെയും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അതിനകത്ത് നിന്ന് നേരെ ഫസ്റ്റ് മെസ്സഞ്ചേഴ്സ് ഉണ്ട്, പ്രോസ്റ്റോഗ്ലാൻഡിൻസും ആൻഡ് സൈറ്റോകൈനിൻസും ആണ്. അവർ നേരെ ബ്രെയിനിലേക്കുള്ള ഇൻഫർമേഷൻ കൊടുക്കും. ബ്രെയിനിനകത്ത് നിന്ന് സെക്കൻഡ് മെസ്സഞ്ചേഴ്സിനുള്ള ഇൻഫർമേഷൻസ് വരും, അതായത് നമ്മുടെ സൈക്ലിക് AMP, ഇനോസിറ്റോൾ ഫോസ്ഫറ്റേസ്, ട്രയോസിൻ കൈനേസ്.
ഇവ സാധനങ്ങളൊക്കെയും ആ ഭാഗത്ത് വരുന്നു, എല്ലാവിധ കെമിക്കൽ തിങ്സ് ആർ ഗോണ ഹാപ്പൻ. ഇനി ആണ് നമ്മളുടെ 2 types ഓഫ് 2 തരത്തിലാണ് ഇനി നമ്മളുടെ മിലിറ്ററീസ് വന്നിട്ട് ഇതിനകത്തേക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മിലിറ്ററി ട്രൂപ്പ് വന്നു, അവർ ആ ഒരു കംപ്ലീറ്റ് ഏരിയാസ് നോക്കി. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻസ് എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിനകത്ത് മിലിറ്ററീസ് എന്ത് ചെയ്തു വെച്ചാൽ നേരെ വന്നു ഈ റൂമിനകത്ത് കൂടെ നേരെ കയറി വന്നു നമ്മുടെ ഫ്രണ്ട് ഡോറിൽ കൂടെ വന്ന് 3 എണ്ണത്തിനെ ഓരോന്നിനായിട്ട് എടുത്തു കളഞ്ഞു. സോ ദർ ഈസ് നോ ഡാമേജ് ഡൺ ടു എനി സ്ട്രക്ചർ. ഒരു പ്രശ്നവുമില്ല, മനസ്സിലായില്ലേ? നേരെ മിലിറ്ററി പീപ്പിൾസ് വന്നു, നേരെ ഉള്ളിലേക്ക് കയറി അഡ്ജസ്റ്റന്റ് സ്ട്രക്ചേഴ്സിന് ഒന്നിനും തന്നെ യാതൊരു തരത്തിലുള്ള കേടുപാടും വരുത്താതെ ഈ ഭാഗത്തുള്ള ആ ഒരു പ്രഷർ, അതായത് നമ്മുടെ കംപ്രസ്ഡ് ആയിട്ടുള്ള പെരിഡോണ്ടൽ ലിഗമെന്റ്സിനെ പതുക്കെ ബാക്ക് സൈഡിലേക്ക് റിസോർബ് ചെയ്തിട്ട് ആ ഒരു ഏരിയ ക്ലിയർ ചെയ്തു. അപ്പോൾ യാതൊരു തരത്തിലുള്ള മീൻസ് നോ പ്രോബ്ലം വാസ് ക്രിയേറ്റഡ് ടു ദി അഡ്ജസ്റ്റന്റ് സ്ട്രക്ചേഴ്സ്. ഓൺലി ബോൺ റിസോർപ്ഷൻ പതുക്കെ വന്നു, ഡയറക്റ്റ് ആയിട്ട് വന്നു, നേരെ ഫ്രണ്ടിൽ വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു. സോ ദീസ് കൈൻഡ് ഓഫ് റിസോർപ്ഷൻ ഈസ് കോൾഡ് ആസ് ഫ്രോണ്ടൽ റിസോർപ്ഷൻ. So this kind of resorption is called as frontal resorption. Now let's see in another scenario. നമ്മുടെ പാരാമിലിറ്ററി മീൻസ് ഒരു മിലിറ്ററി ട്രൂപ്പ് വന്നു, നേരെ ക്ലാസ്സിലോട്ട് കയറി. അപ്പോൾ നേരെ വന്നു, ഇതുപോലെ വന്നു, നേരെ ഫ്രണ്ടിൽ വന്ന് നോക്കുന്ന സമയത്താണ് ഇവന്മാരെ ആക്ച്വലി 3 പേരല്ല, ഇത്രയും പേരുണ്ട്. അതായത് ഹെവിയാണ് ആ ഭാഗത്തുള്ള ഫോഴ്സ്, ഹെവി ഫോഴ്സ് ആണ്. അത് കാരണം കൊണ്ട് തന്നെ എന്തില്ല, ഡയറക്റ്റ് റൂമിലേക്കുള്ള എൻട്രി ഇല്ല. മനസ്സിലാവണില്ലേ? ഇല്ലല്ലേ? ഒന്നുകൂടെ നോക്കാം. ടീം വന്നു, അവർ നേരെ ഉള്ളിലേക്ക് കയറി വന്നു. ഫ്രണ്ടിൽ നോക്കിയ സമയത്താണ് മനസ്സിലാവുന്നത് എന്ത്, ആ ഭാഗത്ത് മൈൽഡ് ഫോഴ്സ് അല്ല, പകരം ഹെവി ഫോഴ്സ് ആണ്. ഹെവി ഫോഴ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അധികം ടെററിസ്റ്റുമാർ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അവർക്ക് എന്തില്ല, ഫ്രണ്ട് ഡോറിൽ കൂടെ ഉള്ള ആക്സസ് ഇല്ല. അതായത് എല്ലാ പെരിഡോണ്ടൽ ലിഗമെന്റ്സും കംപ്രസ്ഡ് ആണ്. ഇവന്മാർക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ആക്സസ് ഇല്ല. സോ ദേ ഹാവ് ടു തിങ്ക് ഓഫ് സം അതർ വേസ് ടു എൻ്റർ ഇൻസൈഡ് ദ റൂം, റൈറ്റ്? So they have to think of some other ways to enter inside the room. So what are the possible ways they can enter inside? They can use either of the doors, windows. ഏതെങ്കിലും ഒരു വിൻഡോ യൂസ് ചെയ്യാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ ചുമരിന് തോട്ടം ഉണ്ടാക്കിയിട്ട് ബ്ലാസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് കൂടെ കയറാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ, അണ്ടർമൈൻ റിസോർപ്ഷൻ ആണോ ഡയറക്റ്റ് ആയിട്ടുള്ള ബോൺ റിസോർപ്ഷൻ നടക്കാണ്ട് അഡ്ജസൻറ്റ് ബോൺ മാരോസിനകത്ത് നിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്കായിരിക്കും എന്ത് സംഭവിക്കുക, ബോൺ റിസോർപ്ഷൻ സംഭവിക്കുക. കാരണം എന്താണ്, ഡയറക്റ്റ് ആയിട്ട് പോവാൻ ആ ഭാഗത്ത് പെരിഡോണ്ടൽ ലിഗമെന്റ്സ് കംപ്ലീറ്റ്ലി കംപ്രസ്ഡ് ആണ്. കംപ്രസ്ഡ് ആയത് കാരണം കൊണ്ട് കംപ്ലീറ്റ് ഹൈലൈനൈസ്ഡ് ടിഷ്യൂസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഹൈലൈനൈസ്ഡ് ടിഷ്യൂസ് ഫോം ചെയ്ത കാരണം കൊണ്ട് ബ്ലഡിന് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഈ ഹൈലൈനൈസ്ഡ് ടിഷ്യൂസിനെ പിടിക്കാൻ പറ്റുന്നില്ല. കാരണം ആ ഭാഗത്ത് ന്യൂട്രിയൻസോ അല്ലെങ്കിൽ ബ്ലഡ് സപ്ലൈ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇവന്മാർക്ക് ഈ ഒരു മാക്രോഫേജസിനും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക ബോൺ റിസോർബിങ് സെൽസ് നമ്മുടെ ഓസ്റ്റിയോ ക്ലാസ്റ്റുകൾക്ക് ആ ഭാഗത്തേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ഫൈൻഡ് സം അതർ വേ. സോ ദേ വിൽ ക്രിയേറ്റ് സം അതർ വേസ് ഫ്രം ദി അഡ്ജസൻറ്റ് ബോൺ മാരോസ്. അതായത് നമ്മുടെ ബോൺ ഇങ്ങനെ നിൽക്കുകയാണ്, അതിൻ്റെ ഈ ഭാഗത്ത് ഒരു ടൂത്തും ഉണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. ദിസ് ഇസ് ദ ടൂത്ത്, ഇറ്റ് ഈസ് ഇൻസൈഡ് ദ സോക്കറ്റ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി കംപ്രസ്ഡ്. നൗ ദി നമ്മളുടെ ഓസ്റ്റിയോ ക്ലാസ്റ്റുകൾക്ക് ഈ ഭാഗത്തേക്ക് എത്തണം. അപ്പോൾ ഈ ഒരു ബോണിൻ്റെ മാരോ സ്പേസിനകത്തുനിന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് അവന്മാർ പോവുക. മനസ്സിലാവില്ലേ? ഫ്രം ഇൻസൈഡ് ഓഫ് ദ ബോൺ ദേ ഗോ ഔട്ട്സൈഡ്. So that is the reason why when you are giving a heavy force you can see there is lots and lots of bone resorption. ബോണ് നല്ല പോലെ റിസോർവ് ആയി തുടങ്ങും. കാരണം ഏറ്റവും കൂടുതലായിട്ട് ബോൺ ഡെപ്പോസിഷൻ നടക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതലായിട്ട് ബോൺ റിസോർപ്ഷൻ ആണ് അവിടെ സംഭവിക്കുക. അപ്പോൾ ഈ കാണുന്നത് പോലെ എന്താണ്, ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് അവർ ചുമര് പൊട്ടിച്ചിട്ടായിരിക്കും, അതായത് ബോണിനെ റിസോർവ് ചെയ്തിട്ടായിരിക്കും അവർ ഉള്ളിലേക്ക് കയറുക. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് റിസോർപ്ഷൻ ആർ കോൾഡ് ആസ് അണ്ടർമൈൻ റിസോർപ്ഷൻ ഓർ rearward resorption or rearward resorption. അപ്പോൾ ഇങ്ങനത്തെ ഒരു റിസോർപ്ഷനെയാണ് നമ്മൾ അണ്ടർമൈൻ റിസോർപ്ഷൻ എന്നോ അല്ലെങ്കിൽ റിയർവേർഡ് റിസോർപ്ഷൻ എന്നോ പറയുന്നത്. സോ ലെറ്റ്സ് കം ഇൻ ടു ദാറ്റ് ഇൻ ഡീറ്റെയിൽ. സോ ഫ്രോണ്ടൽ റിസോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്റ്റിയോക്ലാസ്റ്റ് ആർ ഫ്രോം ഡയറക്ട്ലി within the slightly compressed periodontal and adjacent bone or no or very little hyalinization. വളരെ കുറച്ചോ അല്ലെങ്കിൽ തീരെ ഉണ്ടാവില്ല ഹയലിനൈസേഷൻ. റാപ്പിഡ് ബോൺ റീമോഡലിംഗ് ആണ് സംഭവിക്കുക. കാരണം എന്താ, പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് ഓസ്റ്റിയോക്ലാസ്റ്റിന് ആ ഭാഗത്തേക്ക് എത്താൻ പറ്റുന്ന കാരണം കൊണ്ട് പെട്ടെന്ന് അവിടെ ബോൺ റിസോർപ്ഷൻ സംഭവിക്കും.
അപ്പോൾ പെട്ടെന്ന് തന്നെ റീമോഡലിംഗ് സംഭവിക്കും. ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ വിത്ത് ലൈറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഫോഴ്സ് ആൻഡ് വെരി ലെസ് പെയിൻ ഓർ ഡിസ്കംഫർട്ട് ഫോർ ദി പേഷ്യൻറ്റ്. While in undermined or rearward resorption, there is a gradual shrinking of the periodontal ligament with a sterile necrosis of the cellular element within the PDL. അതായത് ഗ്രാജുവലി കംപ്രസ് ആയിട്ട് ഫുള്ളായിട്ട് അതിന് കംപ്രസ്ഡ് ആയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് എന്ത് വരും, സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു നെക്രോസിസ് ആണ് വരുന്നത്. കാരണം ഒരു പുറത്തുനിന്നുള്ള ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കാരണം കൊണ്ടല്ല, ടൂത്ത് ചെന്നിട്ട് കംപ്രസ്ഡ് ആവുന്നതാണ്. അപ്പോൾ ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള നെക്രോസിസ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഹയൽനൈസ് ടിഷ്യൂസ് ഫോം ചെയ്യും. ഹയൽനൈസ് ടിഷ്യൂസ് ഫോംഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബോൺ റീമോഡലിംഗ് ഡിലേ ആവും. കാരണം അണ്ടർമൈൻഡ് റിസോർപ്ഷൻ ആദ്യം സംഭവിക്കണം ഈ ഹയൽനൈസ് ടിഷ്യൂസിൻ്റെ മുകളിലേക്ക് എത്താൻ. അണ്ടർമൈൻഡ് റിസോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിഭാഗത്തു നിന്നുള്ള ബോൺ കട്ട് ചെയ്തിട്ട് വേണം ഈ ഹയൽനൈസ് ടിഷ്യൂസിൻ്റെ അടുത്തേക്ക് അവർക്ക് എത്തണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഹയൽനൈസ് ടിഷ്യൂസിൻ്റെ അടുത്ത് എത്തി മൊത്തം ഹയൽനൈസ് ടിഷ്യൂസിനെ മൂവ് ചെയ്തതിന് ശേഷം മാത്രമേ പിന്നെ ആ ഭാഗത്തൊരു ടൂത്തിനുള്ള ഒരു മൂവ്മെൻറ്റ് പോസിബിൾ ഉള്ളൂ. സോ ദിസ് ഈസ് റിസൾട്ടഡ് ഡ്യൂ ടു ഹെവി ഫോഴ്സ്, patient complaints of pain and discomfort. ഈ ഹയൽനൈസ് ടിഷ്യൂസ് ഫോം ചെയ്തു, പെരിഡോണ്ടൽ ലിഗമെന്റ്സ് കട്ടായി. നമുക്കറിയാം നമ്മുടെ കൈ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചാൽ തന്നെ നമുക്ക് ആ ഭാഗത്ത് ഒരു ഇറിറ്റേഷനും പെയിനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതന്നെയാണ് വായിക്കകത്തും സംഭവിക്കാൻ പോകുന്നത്. സോ യു ഗീവ് എ ഹെവി ഫോഴ്സ്, പേഷ്യൻറ്റ് വിൽ കംപ്ലെയിൻ ഓഫ് പെയിൻ ആൻഡ് ഡിസ്കംഫർട്ട്. ഓക്കെ, ഇതാണ് ഫ്രോണ്ടൽ റിസോപ്ഷനും അണ്ടർമൈൻഡ് റിസോപ്ഷനും. അതേപോലെ കെമിക്കൽ മീഡിയേറ്റേഴ്സ് നമ്മൾ നേരത്തെ ആദ്യത്തെ ആ ഒരു സ്ലൈഡിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു അരക്കഡോണിക് ആസിഡ് പാത്വേ ഉണ്ട്, അതിനകത്ത് കോക്സും ലോക്സും ഉണ്ട്. അവർ രണ്ടും സ്പ്ലിറ്റ് ആയിട്ടാണ് എന്തുണ്ടാകുന്നത്, പ്രോസ്റ്റോഗ്ലാൻഡിൻസും അതേപോലെ സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആയിട്ടുള്ള പ്രോസ്റ്റോഗ്ലാൻഡിൻസും സൈറ്റോകൈനിൻസിനുള്ള അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് മെസ്സഞ്ചേഴ്സ് ആയിട്ടുള്ളത്. അവർ പിന്നെ നേരെ എന്ത് ചെയ്യും, ബ്രെയിനിലേക്ക് കൊടുക്കുന്നു. ബ്രെയിനിനകത്ത് നിന്ന് നമുക്ക് സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആയിട്ടുള്ള നമ്മുടെ റാപ്പിഡ് റെസ്പോൺസ് ഒക്കെ വരുന്നു. അതായത് നമ്മളുടെ പ്രോസ്റ്റോഗ്ലാൻഡിൻസും സൈറ്റോകൈനിൻസും കഴിഞ്ഞാൽ സൈക്ലിക് AMP ആൻഡ് ഇനോസിറ്റോൾ ഫോസ്ഫേറ്റ് ആൻഡ് ടൈറോസിൻ കൈനസ്. പേരുകൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാം, ബട്ട് ഇത്രയും പേര് മാത്രം ആലോചിച്ച് വയ്ക്കുക കേട്ടോ. ഇത്രയും പേര് ആലോചിച്ച് വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഏകദേശം കുറച്ചൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഇനി ഹയലിനൈസ്ഡ് ടിഷ്യൂസ് എന്താണെന്നുള്ളത് നോക്കി നോക്കാം. സോ ഹയലിനൈസേഷൻ ഈസ് എ ഫോം ഓഫ് ടിഷ്യൂ ഡീജനറേഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ ദി ഫോർമേഷൻ ഓഫ് ക്ലിയർ ഈസിനോഫിലിക് ഹോമോജീനിയസ് സബ്സ്റ്റൻസസ്. അപ്പോൾ it is characterized by the formation of a clear eosinophilic and homogeneous substances. So hyalinization of the periodontal ligament denotes a compressed and locally degenerated periodontal ligament. Basically compressed ആയിട്ടുള്ള locally degenerated ആയിട്ടുള്ള പെരിഡോണ്ടൽ ലിഗമെന്റ്സിനാണ് നമ്മൾ ഹയലിനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോമോജീനിയസ് ഈസ്നോഫിലിക് സബ്സ്റ്റൻസസ് ആണ് ഉള്ളത്. ക്ലിയർ ഈസ്നോഫിലിക് ഹോമോജീനിയസ് സബ്സ്റ്റൻസസ് ആണ് അതിനകത്തുള്ളത്. ഗ്രൗണ്ട് സബ്സ്റ്റൻസസും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്, സെൽസ് ആണ് അതിനകത്തുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് എ റിവേഴ്സിബിൾ പ്രോസസ് ഇൻ കേസ് ഓഫ് എ പെരിഡോണ്ടൽ ലിഗമെന്റ്. നമ്മുടെ ശരീരത്തിൽ ബാക്കിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്തായിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്കൊരു പുറത്തൊരു എക്സ്റ്റേണൽ വൂണ്ട് ഉണ്ടായിട്ട് അവിടെ ഒരു ഹയലിനൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റിവേഴ്സിബിൾ ആയിരിക്കണം എന്നില്ല. പക്ഷേ പെരിഡോണ്ടൽ ലിഗമെന്റ്സിൻ്റെ കാര്യത്തിൽ അത് റിവേഴ്സിബിൾ ആണ്. കാരണം ആ കംപ്ലീറ്റ് ടിഷ്യൂസിനെ അവിടെ നിന്ന് എടുത്ത് കളഞ്ഞിട്ട് പുതിയ പെരിഡോണ്ടൽ ലിഗമെന്റ്സ് ആ ഭാഗത്ത് ഫോം ആവും എന്നുള്ളതാണ്. So hyalinization is a reversible process in cases of periodontal ligaments. So hyalinization of periodontal ligaments on the pressure side occurs some areas during almost all sorts of orthodontic treatment. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു പേഷ്യൻറ്റിന് പെയിൻ വളരെ കുറവായിരിക്കും എന്നുള്ളത് അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഓർത്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാർക്ക് തന്നെ സംശയം ഉണ്ടാവും, ആ ഡോക്ടർ എനിക്ക് എലാസ്റ്റിക് അല്ലെങ്കിൽ ലീച്ചൈൻ മാറ്റിയിട്ട സമയത്ത് എലാസ്റ്റിക് തന്ന സമയത്ത് എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ അർത്ഥം അവർ നല്ല എക്സ്ട്രീം ഫോഴ്സ് ആയിരിക്കും എന്നുള്ളത് അല്ല. ഏതൊരാൾക്കും നമ്മളൊരു മൈൽഡ് ആയിട്ടുള്ള ഫോഴ്സ് കൊടുത്താലും ഒരു ലിമിറ്റഡ് ഏരിയാസിൽ ഹയലിനൈസ് ടിഷ്യൂസ് എന്തായാലും ഫോം ചെയ്യും. കാരണം ഒരിക്കലും നമുക്ക് കറക്റ്റ് 20 to 26 gram per tooth എന്ന് പറയുന്നത് നമ്മൾ അതൊക്കെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി സ്ട്രെങ്ത് ഓഫ് ദ ടൂത്ത്. മറ്റേ ടൂത്തിൻ്റെ റൂട്ടിൻ്റെ ലെങ്ത്ത്, പെരിഡോണ്ടൽ ലിഗമെൻസിൻ്റെ തിക്നെസ്സും മാസും ആ ഒരു ആൽവെലർ ബോണും എല്ലാം കൂടെ ബേസ് ചെയ്തിട്ടാണ് വരിക. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് അത്. അപ്പോൾ എല്ലാവർക്കും അത് നോർമൽ ആയിക്കൊള്ളുന്നില്ല. ചില ആൾക്കാർക്ക് അതിൻ്റെ തിക്നെസ് കൂടുതലായിരിക്കും, ചില ആൾക്കാർക്ക് തിക്നെസ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതായത് ഇറ്റ് വാരീസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. അപ്പോൾ ഫോഴ്സസും അതിനനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരുമാതിരി എല്ലാ ആൾക്കാർക്കും എന്തുണ്ടാവും, എലാസ്റ്റിക് വലിച്ചിട്ട് കഴിഞ്ഞാൽ എലാസ്റ്റിക് കൊടുത്തു കഴിഞ്ഞാൽ 2-3 ദിവസത്തിന് പെയിൻ ഉണ്ടാവും. പക്ഷേ 2-3 ദിവസത്തിന് പെയിൻ ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് നോർമൽ എന്നുള്ളതാണ്. പക്ഷേ പെയിൻ അങ്ങ് നിന്ന് ഒരു 10-12 ദിവസം 20 ദിവസം 21 ദിവസമൊക്കെയും ഫുൾ ഡേ പെയിൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഹെവി ഫോഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. സോ hyalinization of periodontal ligaments on the pressure side occurs in some areas during almost all forms of orthodontic force. And presence of hyalinization zone indicates that the periodontal ligament is non-functional and bone resorption cannot occur. അപ്പോൾ ആദ്യം എന്ത് വേണം, ഹയലിനൈസ് ടിഷ്യൂസിനെ കംപ്ലീറ്റ് എടുത്ത് മാറണം. എന്നിട്ടാണ് അടുത്ത പെരിഡോണ്ടൽ ലിഗമെന്റ്സിന് അനുസരിച്ചിട്ടുള്ള ബോൺ റിസോർപ്ഷൻ
നടക്കുകയുള്ളൂ. ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ബോൺ റിസോപ്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. അണ്ടർമൈൻഡ് ആയിട്ടുള്ള ബോൺ റിസോപ്ഷൻ നടന്നു കഴിഞ്ഞിട്ടാണ് ഹൈൽനെസ് ടിഷ്യൂസിനെ മാറ്റുക. അത് കഴിഞ്ഞിട്ടാണ് ഓസ്റ്റിയോക്ലാസ്റ്റ് വന്നിട്ട് ടൂത്ത് മൂവ്മെൻറ്റിനനുസരിച്ചിട്ടുള്ള ഒരു ബോൺ റീമോഡലിംഗ് നടക്കുകയുള്ളൂ കേട്ടോ. ബോൺ റിസോപ്ഷൻ സംഭവിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ടൂത്ത് മൂവ്മെൻറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഒരു ബോൺ റിസോപ്ഷൻ സംഭവിക്കണം. ഹൈൽനെസ് ടിഷ്യൂസിനെ കളയാൻ വേണ്ടിയിട്ടും ഒരു ബോൺ റിസോപ്ഷൻസ് നടക്കണം. അപ്പോൾ ഹൈൽനെസ് ടിഷ്യൂസിനെ കളയാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു അണ്ടർമൈൻഡ് ആയിട്ടുള്ള ഒരു ബോൺ റിസോപ്ഷൻ വന്ന് കംപ്ലീറ്റ് ഹൈൽനെസ് ടിഷ്യൂസിന് മാറിയിട്ടാണ് പിന്നെ കുറച്ച് നോർമൽ ലെവലിലുള്ള ബോൺ റിസോപ്ഷൻ നടന്നിട്ട് ടൂത്തിനൊന്ന് മൂവ് ചെയ്യിക്കുക. മനസ്സിലായില്ല? അത് കാരണം കൊണ്ടാണ് ഹെവി ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് കൂടുതലായിട്ടും എന്ത് വരുന്നത്, ഓസ്റ്റിയോ ക്ലാസ്റ്റിക് ആക്ടിവിറ്റിയാണ് കൂടുതലായിട്ട് വരുന്നതെന്ന് പറയുന്നത്. സോ ദ ടൂത്ത് ഈസ് നോട്ട് കേപ്പബിൾ ഓഫ് ഫർദർ മൂവ്മെന്റ് അണ്ടിൽ ദി ലോക്കൽ ഡാമേജ്ഡ് ടിഷ്യൂസ് ഹാസ് ബീൻ റിമൂവ്ഡ് ആൻഡ് ദി അഡ്ജസന്റ് ആൽവിയോളർ ബോൺ റിസോർബ്സ്. മനസ്സിലല്ലേ? ഇപ്പോൾ ലോക്കൽ ഡാമേജ്ഡ് ആയിട്ടുള്ള ഈ ഹൈൽനെസ് ടിഷ്യൂസ് മാറാത്തതുകൊണ്ടൊരു കാലം ടൂത്ത് മൂവ്മെൻറ്റ് നടക്കാനുള്ള ഒരു ബോൺ റിസോപ്ഷൻ സംഭവിക്കില്ല എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ദി ഒപ്റ്റിമം ഓർത്തോഡോണ്ടിക് ഫോഴ്സ്. നമ്മൾ നേരത്തെ ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു 20 to 26 gram per square centimeter എന്നുള്ളത്. അപ്പോൾ ഒപ്റ്റിമം ഓർത്തോഡോണ്ടിക് ഫോഴ്സ് ഈസ് വൺ വിച്ച് മൂവ്സ് ദ ടീത്ത് റാപ്പിഡ്ലി ഇൻ ദ ഡിസൈർഡ് ഡയറക്ഷൻ വിത്ത് ലീസ്റ്റ് പോസിബിൾ ഡാമേജ് ടു ദ ടിഷ്യൂസ് ആൻഡ് വിത്ത് മിനിമം പേഷ്യൻറ്റ് ഡിസ്കംഫർട്ട്. വിത്ത് മിനിമം പേഷ്യൻറ്റ് ഡിസ്കംഫർട്ടിനകത്ത് ഏറ്റവും റാപ്പിഡായിട്ട് ടൂത്ത് മൂവ്മെൻറ്റ് നടക്കാൻ സഹായിക്കുന്ന എമൗണ്ട് ഓഫ് ഫോഴ്സിനെയാണ് നമ്മൾ optimum orthodontic force എന്ന് പറയുന്നത്. So Opnium and Schwartz, following an extensive study, stated that the optimum orthodontic force is equivalent to the capillary pulse pressure, which is 20 to 26 gram per centimeter of square of root surface area. അപ്പോൾ മൊത്തം റൂട്ട് സർഫസ് ഏരിയൻ്റെ 20 to 26 സെൻറ്റിമീറ്റർ സ്ക്വയറിൽ ഗ്രാമിൽ പെർ സെൻറ്റിമീറ്റർ സ്ക്വയറിൽ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒപ്റ്റിമം ഓർത്തോഡോണ്ടിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് അവരെങ്ങനെ എന്ത് ബേസിലാണ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള കാപ്പിലറീസ് കംപ്ലീറ്റ് കംപ്രസ്ഡ് ആവാണ്ട് ഒരു 40% കംപ്രസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പല്ലിൻ്റെ മുകളിൽ എത്ര ഗ്രാം ഫോഴ്സ് കൊടുക്കാം, അതാണ് ഈ ഒരു നമ്പർ എന്ന് പറയുന്നത്. മനസ്സിലാവില്ലേ? കാപ്പിലറി പൾസ് പ്രഷറിനെ ബേസ് ചെയ്തിട്ടാണ് അവരിത് കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ ഫ്രോം ദ ക്ലിനിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, ഒപ്റ്റിമം ഓർത്തോഡോണ്ടിക് ഫോഴ്സ് ഹാസ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇറ്റ് പ്രൊഡ്യൂസസ് റാപ്പിഡ് ടൂത്ത് മൂവ്മെന്റ്, minimal patient discomfort, lag phase of the tooth movement is very minimal, and no marked mobility of teeth being moved. കാര്യമായിട്ടുള്ള ഒരു മൊബിലിറ്റി ഉണ്ടാവില്ല പല്ലിൻ്റെ മുകളിൽ എന്നുള്ളതാണ്. മീൻസ് മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലിൻ്റെ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 മൊബിലിറ്റി ഇല്ലേ, ആ ഒരു മൊബിലിറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് പല്ലിൻ്റെ മൂവ്മെൻ്റ് അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ബ്രേസസ് ഒക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സോക്കറ്റിനകത്ത് കിടന്ന് പല്ലിങ്ങനെ ആടില്ലേ, ആ ഒരു ആട്ടം കുറവായിരിക്കും ഒരു ഒപ്റ്റിമം ഓർത്തോഡോണ്ടിക് ഫോഴ്സ് ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ. ഇതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞു, ലാഗ് ഫേസ് ഓഫ് ദ ടൂത്ത് മൂവ്മെന്റ് ഈസ് മിനിമൽ എന്നുള്ളത്. എന്താണ് ലാഗ് ഫേസ് എന്നുള്ളത് അടുത്ത ചാപ്റ്ററിനകത്ത് നമുക്ക് മനസ്സിലാവും. ഇപ്പോഴത്തേക്ക് ജസ്റ്റ് കീപ് ദിസ് ഇൻ മൈൻഡ്, ലാഗ് ഫേസ് ഓഫ് ദ ടൂത്ത് മൂവ്മെന്റ് ഈസ് മിനിമൽ എന്നുള്ളത്. ഓക്കെ, ഇനി ഹിസ്റ്റോളജിക്കൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രം ദി ഹിസ്റ്റോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, ദി ഒപ്റ്റിമം ഓർത്തോഡോണ്ടിക് ഫോഴ്സ് ഹാസ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. വൈറ്റാലിറ്റി ഓഫ് ദ ടൂത്ത് ആൻഡ് ദി സപ്പോർട്ടിംഗ് ഓൾ ദി പീഡിയൽസ് ആർ മെയിൻറ്റെയിൻഡ്. സപ്പോർട്ടിംഗ് പീഡിയൽസിനും സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സിൻ്റെയൊക്കെ വൈറ്റാലിറ്റി മെയിൻറ്റെയിൻഡ് ആണ്. പിന്നെ ഇറ്റ് ഇനീഷ്യേറ്റ്സ് മാക്സിമം സെല്ലുലാർ റെസ്പോൺസസ് ആൻഡ് പ്രൊഡ്യൂസസ് ഡയറക്റ്റ് ഫ്രോണ്ടൽ റിസോപ്ഷൻ. അപ്പോൾ ഫ്രോണ്ടൽ റിസോപ്ഷൻ ഉണ്ടാക്കും, പിന്നെ മാക്സിമം സെല്ലുലാർ റെസ്പോൺസസ് ഉണ്ടാക്കും. അതായത് നമ്മൾക്ക് ആദ്യത്തേനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു 40% ആണ് കംപ്രസ്ഡ് ആവണേ എന്നുള്ളതും, അത് കാരണം കൊണ്ട് തന്നെ എന്താണ് ആ ഭാഗത്തുള്ള വാസ്കുലാരിറ്റി ഇംപ്രൂവ്ഡ് ആയിരിക്കും എന്നുള്ളതും, അപ്പോൾ ആ ഒരു ഭാഗത്ത് ആ ഒരു മൊബിലിറ്റി ഓഫ് ഫൈബ്രോബ്ലാസ്റ്റ് ഓസ്റ്റിയോക്ലാസ്റ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് അതാണ് ഈ പറയുന്നത്, ഇനീഷ്യേറ്റ്സ് ദി മാക്സിമം സെല്ലുലാർ റെസ്പോൺസ് ആണ്. പിന്നെ വൈറ്റാലിറ്റി ഓഫ് ദി ടൂത്ത് ആൻഡ് ദി സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ആർ മെയിൻറ്റെയിൻഡ്. അതാണ് ഇതിൻ്റെ ഹിസ്റ്റോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. ഇനി ഫേസസ് ഓഫ് ടൂത്ത് മൂവ്മെന്റ്. പല്ലിച്ച് ചുമ്മാ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഹൂ എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് ഈ അറ്റം തൊട്ട് ആ വരെയും പോവില്ല. ദർ ആർ സർട്ടൻ ഫേസസ് ഫോർ ടൂത്ത് മൂവ്മെന്റ്. വി ഹാവ് 3 ഫേസസ്. വൺ ഈസ് ദി ഇനീഷ്യൽ ഫേസ്, ലാഗ് ഫേസ് ആൻഡ് പോസ്റ്റ് ലാഗ് ഫേസ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇനീഷ്യൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് അറ്റ് ദ മൊമെന്റ് വെൻ യു എക്സെർട്ട് എ ഫോഴ്സ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത ആ സ്പോട്ടിൽ എന്താണ് സംഭവിക്കുന്നത്, അതാണ് ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. സോറി, അപ്പോൾ ഇനീഷ്യൽ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് അറ്റ് ദ മൊമെന്റ് യു അപ്ലൈ ഫോഴ്സ് വാട്ട് ഓൾ ചേഞ്ചസ് ഹാപ്പൻസ്, അല്ലെങ്കിൽ ഹൗ മച്ച് എമൗണ്ട് ഓഫ് ടൂത്ത് മൂവ്മെന്റ് ഹാപ്പൻസ്, അതാണ് ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ വെരി റാപ്പിഡ് ടൂത്ത് മൂവ്മെന്റ് ഒബ്സർവ്ഡ് ഓവർ എ ഷോർട്ട് ഡിസ്റ്റൻസ് ആൻഡ് സ്റ്റോപ്സ്. അതായത് 0.4 to 0.9 മില്ലിമീറ്റർ ആണ് ഓരോ പെരിഡോണ്ടൽ ലിഗമെന്റിന്റെയും വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പെരിഡോണ്ടൽ ലിഗമെന്റ്സ് കംപ്രസ്ഡ് ആവും. അപ്പോൾ അതാണ് ഈ കാണുന്ന ഈ ഒരു ഡിനോട്ട് ചെയ്യുന്ന നമ്പർ. സോ ദിസ് റെപ്രസെന്റ്സ് ദി ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ടൂത്ത്
in the periodontal membrane space and probably bending of alveolar bone to a certain extent. അപ്പോൾ ആൽവലാർ ബോൺ ബെൻഡ് ആയിട്ടുണ്ടാകുന്ന എമൗണ്ട് ഓഫ് സ്പേസിലേക്കും അതേപോലെ പെരിഡോണ്ടൽ ലിഗമെന്റ്സിന്റെ വിഡ്ത്തിലുള്ള സ്പേസിലേക്കും, അതായത് കഷ്ടി പറഞ്ഞാൽ 1 മില്ലിമീറ്റർ, ആ 1 മില്ലിമീറ്റർ ഓഫ് ടൂത്ത് മൂവ്മെന്റ് ആണ് സംഭവിക്കുക. അതാണ് ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ബോത്ത് ലൈറ്റ് ആൻഡ് ഹെവി ഫോഴ്സസ് ഡിസ്പ്ലേസസ് ടൂത്ത് ടു ദി സെയിം എക്സ്റ്റെന്റ് ഡ്യൂറിങ് ദിസ് ഫേസ്. സെയിം എക്സ്റ്റെന്റിലേക്കാണ് ഈ ഒരു ഫേസിനകത്ത് ലൈറ്റ് ഫോഴ്സ് ആണെങ്കിലും ഹെവി ഫോഴ്സ് ആണെന്നുണ്ടെങ്കിലും ഉണ്ടാവുക. പിന്നെ ടൂത്ത് മൂവ്മെന്റ് ഇൻ ദിസ് ഫേസ് ഈസ് അറൌണ്ട് 0.4 to 0.9 മില്ലിമീറ്റർ ആൻഡ് ഒക്കേഴ്സ് ഇൻ എ വീക്സ് ടൈം. അപ്പോൾ ഏകദേശം ഒരാഴ്ചയുടെ ഉള്ളിൽ ഇത്രയും ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ഇപ്പോൾ കംപ്ലീറ്റ് പെരിഡോണൽ ലിഗമെന്റ്സും കംപ്രസ് ചെയ്ത് ആൽവലാർ ബോൺ ചെറുതായിട്ടൊന്ന് ബെൻഡായി ഇതൊരു ആഴ്ച കൊണ്ടാണ് ഈ ഒരു 1 മില്ലിമീറ്റർ ഓഫ് ടൂത്ത് മൂവ്മെന്റ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൂത്ത് മൂവ്മെന്റിനെയാണ് നമ്മൾ ഇനീഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ലാഗ് ഫേസ്. ആ ഒരു പേര് പറയുന്നത് പോലെ തന്നെ സംഭവം ലാഗ് ആയിട്ടുണ്ട്, അവിടെ സ്റ്റോപ്ഡ് ആണ്. അപ്പോൾ ലിറ്റിൽ ഓർ നോ ടൂത്ത് മൂവ്മെന്റ് occurs in this lag phase. So it is characterized by the formation of hyalinized tissues in the periodontal ligaments, and the duration of lag phase depends on the amount of force used to move the teeth. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Duration of lag phase depends on the amount of force used to move the teeth, and lag phase usually extends 2 to 3 weeks, 2 to 3 ആഴ്ച. And duration depends upon the density of alveolar bone, age of the patient, and extent of the hyalinized tissues. അപ്പോൾ ലാഗ് ഫേസിലാണ് എന്തുണ്ടാവുന്നത്, ബോൺ റിസോപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനീഷ്യലി കംപ്രസ്ഡ് ആയി, ബോണല്ല പെരിഡോണ്ടൽ ലിഗമെന്റ്സ് കംപ്രസ്ഡ് ആയി. അപ്പോൾ ഒരു മൈൽഡ് ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻക്രീസ്ഡ് വാസ്കുലാരിറ്റി ഉണ്ട്. ആ ഭാഗത്തേക്ക് ആര് വരുന്നു, നമ്മുടെ ഓസ്റ്റിയോക്ലാസ്റ്റും അതുപോലെ ഫൈബ്രോബ്ലാസ്റ്റും സാധനങ്ങളൊക്കെ വന്നു. ആ ഏരിയാസൊക്കെ നമ്മളൊന്ന് നോക്കി നേരെ പോയിട്ട് എന്ത് ചെയ്തു, കംപ്ലീറ്റ് ഓസ്റ്റിയോക്ലാസ്റ്റും നമ്മുടെ ബോണ് പതുക്കെ റിസോപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു പ്രോസസ്സൊക്കെയും സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഏകദേശം 2 to 3 വീക്സിൽ നടക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച എന്ത് വന്നു, ഇനീഷ്യലി ഒന്ന് മൂവ് ചെയ്തു. അടുത്ത 2 വീക്സിന് യാതൊരു തരത്തിലുള്ള മൂവ്മെൻറ്റും ഉണ്ടാവില്ല. അത് കഴിയുമ്പോഴാണ് പിന്നെ ടൂത്ത് മൂവ്മെൻറ്റ് സംഭവിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു 2 വീക്സ് പീരീഡിനകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺ റിസോപ്ഷനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബോൺ റിസോപ്ഷനിലെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ടൂത്ത് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. ബട്ട് ദിസ് 2 to 3 വീക്സ് ഈസ് എ ടൈം പീരീഡ് ഓൺലി ഫോർ മൈൽഡ് ഫോഴ്സ്. എക്സ്ട്രീം ഫോഴ്സ് കൊടുത്തോ ഇറ്റ് എക്സ്റ്റെൻഡ്സ്. ആ ഹൈലൈനൈസ് ടിഷ്യൂസ് ഫോം ചെയ്യും. ആ ഹൈലൈനൈസ് ടിഷ്യൂസ് മൊത്തം എടുത്ത് കളഞ്ഞ് പിന്നെ ടൂത്ത് മൂവ്മെൻറ്റിന് അനുസരിച്ചിട്ടുള്ള ബോൺ റിസോപ്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാകും, ഏകദേശം 2-3 ആഴ്ച എന്ന് പറഞ്ഞത് 4 to 6 വീക്സ് 9 വീക്സ് വരെയൊക്കെ എടുക്കും. 6 വീക്സ് എന്തായാലും എടുക്കും. അതായത് ഡബിൾ ദ ടൈമാണ്. കാരണം ആദ്യം ഹൈലൈനൈസ് ടിഷ്യൂസ് മൊത്തം കളയണം, പിന്നെ ബോൺ റിസോപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ടേ ടൂത്ത് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ആവുള്ളൂ അല്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ നോർമലി ആണെങ്കിൽ തന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡെൻസിറ്റി ഓഫ് ദി ആൽവലാർ ബോൺ, ഏജ് ഓഫ് ദി പേഷ്യൻ്റ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദി ഹൈലൈനൈസ് ടിഷ്യൂസ്. അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ എക്സ്ട്രീം ഫോഴ്സ് കൊടുത്തോ ലാഗ് ഫേസ് നീളും. നമ്മൾ നേരത്തെ പറഞ്ഞു അത് അല്ലേ. എക്സ്ട്രീം ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ലാഗ് ഫേസ് എക്സ്റ്റെൻഡ് ആകും എന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോട്ട് ചെയ്ത് വെച്ചോ എന്നുള്ളത്. ഇതാണ് കാരണം. അപ്പോൾ ഇതാണ് ലാഗ് ഫേസ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ പോസ്റ്റ് ലാഗ് ഫേസ്. ഇതിനകത്താണ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂത്ത് മൂവ്മെന്റ് സംഭവിക്കുന്നത്. അതായത് ടൂത്ത് മൂവ്മെന്റ് പ്രോഗ്രസസ് റാപ്പിഡ്ലി ആസ് ദി ഹൈലൈനൈസ് ഈസ് മൂവ്ഡ് ആൻഡ് ബോൺ അണ്ടർഗോസ് റിസോപ്ഷൻ. ബോൺ പതുക്കെ റിസോപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ മില്ലിമീറ്റർ ബോൺ റിസോർവ് ആകുമ്പോഴും ഓരോ മില്ലിമീറ്റർ വെച്ച് പല്ല് നീങ്ങാൻ തുടങ്ങും. Okay, so this is a post lag phase. So osteoclasts are found over a large surface, resulting in the direct resorption of bony surface facing the periodontal ligaments. അപ്പോൾ ഇതാണ് ലാഗ് ഫേസ് എന്ന് പറയുന്നത്. അടുത്തത് ഇയാട്രോജനിക് എഫക്ട്സ് ഓഫ് അല്ലെങ്കിൽ ഡെലിറ്റീരിയസ് എഫക്ട്സ് ഓഫ് ദി ഓർത്തോഡോണ്ടിക് ഫോഴ്സ് ആണ്. അതായത് ഓർത്തോഡോണ്ടിക് ഫോഴ്സ് കാരണം കൊണ്ട് എന്തൊക്കെ സൈഡ് എഫക്ട്സ് ആണ് ഉണ്ടാവുക എന്നുള്ളത്, അല്ലെങ്കിൽ അഡ്ജസ്റ്റൻ ആയാലും ഒരു ഡെലിറ്റീരിയസ് എഫക്ട്സ് ഓഫ് ഓർത്തോഡോണ്ടിക് ഫോഴ്സ്. അപ്പോൾ let's see what are all the deleterious effects are. First one, patient definitely complains of pain. 3 ദിവസം പെയിൻ എന്തായാലും പറയും. മൈൽഡ് ഫോഴ്സ് കൊടുത്താലും it prolongs or duration increases as the amount of force increases. Okay, second one is the mobility. എക്സ്ട്രീം ഫോഴ്സ് ആണ് കൊടുത്തത് നല്ലപോലെ മൊബൈൽ ആവും. ലൈറ്റ് ഫോഴ്സ് ആണ് കൊടുത്തത് മൈൽഡ് ആയിട്ട് മൊബിലിറ്റി ഉണ്ടാവും. അപ്പോൾ അതൊന്ന്. Effects of alveolar bone, there are horizontal effects as well as vertical effects. കാര്യമായിട്ട് horizontal effects ആണ് ഉണ്ടാവുക. Horizontal bone loss കാണും if the force is high. നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ആൽവലാർ ബോൺ പതുക്കെ നല്ലപോലെ റിസോർബ് ആവാൻ തുടങ്ങും. സോ ബോൺ റിസോർപ്ഷൻ ഉണ്ടാകും. എഫക്ട് ഓൺ റൂട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി ഫോഴ്സ് കൊടുത്തു, ഓസ്റ്റിയോക്ലാസ്റ്റിക് ആക്ടിവിറ്റീസ് ആണ് ഉണ്ടാവുക. 1 സെന്റിമീറ്റർ നീളമുള്ള റൂട്ട് ആണെങ്കിൽ ചിലപ്പോൾ ഫുള്ളായിട്ട് കഴിയുന്ന സമയത്ത് അത് ഒരു 0.7 മില്ലിമീറ്റർ ഒക്കെ റൂട്ട് റിസോർവ് ആയിട്ടുണ്ടാവും കേട്ടോ.
അതായത് ഒരു ഓൾമോസ്റ്റ് എന്താ പറയുക, ഒരു 1 to 2 millimeter 3 millimeter വരെയൊക്കെയും റൂട്ട് റിസോപ്ഷൻ കാണാൻ പറ്റും. 3 millimeter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% ആണ് കേട്ടോ. 1 സെൻറ്റിമീറ്ററിൻ്റെ 3 millimeter 30%. 30% 50% വരെയൊക്കെയും ഹെവി ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് റിസോർവ് ആവും. അപ്പോൾ അതാണ് എഫക്റ്റ് ഓൺ ദ റൂട്ട് എന്ന് പറയുന്നത്. എഫക്റ്റ് ഓഫ് ഇനാമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രാക്കറ്റ്സ് വെക്കുന്ന ഭാഗത്തും അതിന് ചുറ്റോറൊക്കെയും ലേശം മൈൽഡായിട്ട് എന്താ പറയുക വൈറ്റ് ലീഷൻസ് പോലെയൊക്കെ കാണാറുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എഫക്റ്റ് ഓൺ ഒരു ഇതായിട്ട് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ് ഈസ് എ ഡെലിറ്റീരിയസ് എഫക്റ്റ് ഓഫ് ഓർത്തോഡോണ്ടിക് ഫിബ്രോസിസ്. പിന്നെ എഫക്റ്റ് ഓൺ പൾപ്പ് നമുക്കറിയാം. നമ്മൾ പൾപ്പിനെ മീൻസ് പല്ലിനെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്തുള്ള വാസ്കുലാരിറ്റി ഇൻക്രീസ് ചെയ്യും. വാസ്കുലാരിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പൾപ്പിനകത്ത് ഹൈപ്പരീമിയ ഉണ്ടാകും. പൾപ്പിനകത്തുള്ള ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും എന്നുള്ളതാണ്. ഓരോന്നോരോന്നായിട്ട് നോക്കി വെക്കാം. സോ എ മോഡറേറ്റ് ഇൻക്രീസ് ഇൻ ദി മൊബിലിറ്റി ഡ്യൂറിങ് ടൂത്ത് മൂവ്മെൻറ്റ് ഈസ് നോർമൽ. മോഡറേറ്റ് ആയിട്ടുള്ള ടൂത്ത് മൂവ്മെൻറ്റ് മീൻസ് മൊബിലിറ്റി ഉണ്ടാവും, അത് നോർമലാണ്, ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എക്സസീവ് മൊബിലിറ്റി ഈസ് എ സൈൻ ഓഫ് എക്സസീവ് ഫോഴ്സ്. ആൻഡ് ഇഫ് ദർ ഈസ് എക്സസീവ് മൊബിലിറ്റി ആൻഡ് എഫക്റ്റഡ് ടൂത്ത് ഷുഡ് ബി ക്ലിയർഡ് ഫ്രം ഒക്ലൂഷൻ ആൻഡ് നോ ഫോഴ്സ് ഷുഡ് ബി ഡെലിവേർഡ് ടു ദ ടൂത്ത്. നല്ലപോലെ മൊബൈലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ മുകളിൽ നിന്ന് എല്ലാ ഫോഴ്സും എടുത്ത് കളയുക. ലെറ്റ് ഇറ്റ് ഹീൽ. അതിൻ്റെ മുകളിലേക്ക് യാതൊരു തരത്തിലുള്ള ഫോഴ്സും വരാണ്ട് നോക്കുക, ഒക്ലൂഷൽ ഫോഴ്സ് വരെ വരാണ്ട് നോക്കുക. അടുത്തതാണ് പെയിൻ. പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. നോ പെയിൻ ഈസ് ഫെൽറ്റ് ഇമ്മീഡിയറ്റ്ലി. ആഫ്റ്റർ ഫ്യൂ അവേഴ്സ് പെയിൻ ആൻഡ് ടെൻഡർനെസ് സ്റ്റാർട്ട്സ് വിച്ച് ലാസ്റ്റ് 2 to 4 days, then disappears until the next reactivation. ഇതാണ് നോർമലായിട്ട് ഉണ്ടാവാറ്. ഒരു മൈൽഡ് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഒരു നമ്മൾ ആ ഫോഴ്സ് എലാസ്റ്റിക് വലിച്ചിട്ട ഉടനെ തന്നെ പേഷ്യൻ്റ് വളരെ ഹാപ്പി ആയിട്ട് പോകും. പക്ഷെ നമുക്കറിയാം, ഞങ്ങൾക്കറിയാം, പേഷ്യൻ്റ് വൈകുന്നേരം മീൻസ് രാവിലെ 10 മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ വൈകിട്ട് ഒരു 4 മണി 5 മണി ആകുമ്പോഴേക്കും പേഷ്യൻ്റ് മൈൽഡായിട്ട് പെയിൻ വരാൻ തുടങ്ങും. രാത്രി ആകുമ്പോഴേക്കും കുറച്ച് പെയിൻ ഉണ്ടാകും. ഒരു 2 to 3 days കഴിയുമ്പോൾ പെയിൻ നിൽക്കും. പിന്നെ അവർക്ക് ബാക്ക് ടു നോർമലാണ്. കാരണം ആ ഒരു ഇനീഷ്യൽ ഫേസ് കഴിഞ്ഞു. പിന്നെ പതുക്കെ ആ ഒരു റൂട്ടിൻ്റെ റിസോപ്ഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ടാവില്ല. ബട്ട് ഹെവി ഫോഴ്സ് ആണോ 2 to 3 days പെയിൻ നിൽക്കില്ല. പെയിൻ മേ സ്റ്റാൻഡ് ഓൾ ദ വേ അപ് ടു 20 days കേട്ടോ. ദെൻ ഡിസപ്പിയേഴ്സ് അണ്ടിൽ ദി നെക്സ്റ്റ് റീആക്ടിവേഷൻ. And development of ischemic areas in the compressed periodontal ligament is the reason for pain. ആ ഒരു ഇസ്കീമിക് റിയാക്ഷൻ, അതായത് നമ്മുടെ ടെൻഷൻ സൈഡിനകത്ത് ഇസ്കീമിയ ഉണ്ടാവില്ല, ആ ഒരു ബ്രേക്കേജ് ഓഫ് പെരിഡോണൽ ലിഗമെന്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വരുന്നതാണ് ഈ ഒരു ഇസ്കീമിക് പെയിൻ ആണ് അവർക്ക് ഉണ്ടാവുക. സോ ആസ്ക് ദ പേഷ്യന്റ് ടു chew soft gums and relieve pain since it causes increase in the flow of ischemic area. മനസ്സിലായില്ലേ? ഇസ്കീമിയ ഉള്ള ഭാഗത്തേക്ക് ബ്ലഡ് സപ്ലൈ ഡിപ്രൈവ്ഡ് അല്ല, എന്താ പറയുക, കുറച്ച് ഇങ്ങനെ തുറന്നിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഭാഗത്തേക്ക് നമ്മൾ പേഷ്യൻ്റെ അടുത്ത് നമ്മൾ എന്താ ചൂയിങ്കം ചവയ്ക്കാൻ പറയും. ചൂയിങ്കം ചവയ്ക്കാൻ പറയുന്ന സമയത്ത് നമുക്കറിയാം ഒരു ഫിസിയോളജിക്കൽ ടൂത്ത് മൂവ്മെൻറ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇത്രയും വൈഡ് ആയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട് ഇവിടെയാണ് നമ്മുടെ ടെൻഷൻ സൈഡ്. അപ്പോൾ നമ്മൾ ടൂത്ത് മൂവ്മെൻറ്റ് ഇങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് കുറച്ചൊരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് എന്ത് ചെയ്യാൻ പറയാം, നല്ല പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചൂയിങ്കം ചവയ്ക്കാൻ പറയാം. പക്ഷേ എഗെയിൻ ചൂയിങ്കം ചവയ്ക്കുന്ന സമയത്ത് ഇത്രയും ബ്രേസസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണമെന്ന് പറയാം. അതിൻ്റെ മുകളിലൊക്കെ ഒട്ടി പിടിച്ചിരുന്നാൽ നമ്മൾ ഉത്തരവാദിയല്ല എന്ന് പ്രത്യേകം പറയണം. 2 ഓർബിറ്റ് പോലെ കട്ടിയുള്ള സാധനം കടിച്ചിട്ട് മുത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നല്ല അടി കിട്ടും എന്നുള്ളതും പ്രത്യേകം പറയണം പേഷ്യൻറ്റിൻ്റെ അടുത്ത് കേട്ടോ. അപ്പോൾ ബിഗ് ബബൂഡും ബൂമറാങ്ങും പോലത്തെ ചെറിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനമല്ലേ, അത് ചവയ്ക്കാൻ പറയാം. ഓക്കെ. ഒക്കേഷണലി അലർജിക് റിയാക്ഷൻസ് ടു ലാറ്റക്സ് ആൻഡ് നിക്കൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓൾസോ കോസസ് പെയിൻ. വെരി ഒക്കേഷണലി റീസെൻ്റ്ലി എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ആളുടെ ചുണ്ടുമലൊക്കെ നല്ല പോലെ എന്താ പറയുക അൾസറും കാര്യങ്ങളൊക്കെ വന്നിട്ട് പെയിൻ ആയിട്ടുണ്ടായിരുന്നത്. അതും ഒരിതാണ്. എഫക്റ്റ് ഓഫ് ഓൺ പൾപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂറിങ് ടൂത്ത് മൂവ്മെൻറ്റ് ദർ ഈസ് എ മോഡസ്റ്റ് ആൻഡ് ടെമ്പററി ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് വിത്തിൻ ദ പൾപ്പ് ഒബ്വിയസ്ലി. കാരണം ഇൻസൈഡ് ദ പൾപ്പിനകത്തും ഈ ഒരു പൾപ്പ് ഒരു ഭാഗത്ത് മീൻസ് ടൂത്ത് ഒരു ഭാഗത്ത് മറ്റേ ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അടിഭാഗത്തുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച്ഡ് ആവും. അങ്ങനെ വരുമ്പോൾ തന്നെ അതിനകത്ത് ഒരു ചെറിയൊരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഒബ്വിയസ്ലി ഉണ്ടാവും. സോ ലോസ് ഓഫ് വൈറ്റാലിറ്റി could be because of the discontinuity of blood supply through the apical foramen. നമ്മൾ ഹെവി ഫോഴ്സ് കൊടുത്താൽ വരുന്ന ആ ഒരു സീനാണത്. നമ്മുടെ റൂട്ടൊക്കെ റിസോർബ്ഡ് ആയി അതിനകത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ കട്ടായി കഴിഞ്ഞാൽ ലോസ് ഓഫ് പൾപ്പ് വൈറ്റാലിറ്റി ഉണ്ടാവും. സോ അബ്രപ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് റൂട്ട് അപെക്സ് കുഡ് കട്ട് ദി ബ്ലഡ് സപ്ലൈ. മനസ്സിലായില്ലേ? നമ്മൾ ഹെവി ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ടൂത്ത് മൂവ്മെൻറ്റിന് വരുന്ന ഒരു ചേഞ്ചസ്. അതേപോലെ ചില സിറ്റുവേഷൻസിനകത്ത് റൂട്ട് വല്ലാണ്ട് ബക്കലി വന്നു കഴിഞ്ഞാലും കട്ടാവും. അങ്ങനെ വരുമ്പോഴും ബക്കൽ കോർട്ടിക്കൽ പ്ലേറ്റിൻ്റെ പുറത്തേക്ക് റൂട്ട് വന്നു കഴിഞ്ഞാലും ബ്ലഡ് സപ്ലൈ കട്ടാവും. ദാറ്റ് ഓൾസോ ക്യാൻ കോസ് ലോസ് ഓഫ് വൈറ്റാലിറ്റി ഓഫ് ദി ടൂത്ത്. സോ എവിഡൻസസ് സജസ്റ്റ് ദാറ്റ് എൻഡോഡോണ്ടിക്കലി ടീത്ത് ആർ മോർ പ്രോൺ ഫോർ റൂട്ട് റിസോപ്ഷൻ. എൻഡോഡോണ്ടിക്കലി ട്രീറ്റഡ് ടീത്ത് ആണെങ്കിൽ അതിന് കുറച്ച് റിസോപ്ഷന് വരാനുള്ള ചാൻസസ് കൂടുതലാണെന്നാണ് പറയുന്നത്.
അടുത്തത് എഫക്ട് ഓൺ റൂട്ട് സ്ട്രക്ചേഴ്സ് ബാർ റൂട്ട് റിസോർപ്ഷൻ. സോ ടിഷ്യൂസ് അഡ്ജസൻറ്റ് ടു ദി റൂട്ട് അണ്ടർഗോ റിസോർപ്ഷൻ ആൻഡ് ഡെപ്പോസിഷൻ ഡ്യൂറിംഗ് tooth movement, natural process, remodeling. So the cemental resorption and repair takes place simultaneously. So hence root resorption is more evident when heavy forces are applied. ഇപ്പോൾ ഒരു സിമെൻ്റൽ റിസോർപ്ഷനും ആ ഭാഗത്തുള്ള ആ ഒരു റിപ്പയറും സൈമൾട്ടേനിയസ് ആയിട്ട് നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഹെവി ഫോഴ്സ് ആണ് കൊടുക്കണേ, മോർ ഓഫ് റിസോർപ്ഷൻ ആണ് നടക്കുക റാദർ ദാൻ ഡെപ്പോസിഷൻ. അപ്പോൾ റിസോർപ്ഷൻ കൂടുതൽ നടക്കും ഹെവി ഫോഴ്സ് കൊടുക്കുമ്പോൾ. അതാണ് പറയുന്നത് ഹെൻസ് റൂട്ട് റിസോർപ്ഷൻ ഈസ് മോർ എവിഡൻറ്റ് വെൻ ഹെവി ഫോഴ്സസ് ആർ അപ്ലൈഡ്. സോ റൂട്ട് റീമോഡലിംഗ് റീസ്റ്റോഴ്സ് ദി റൂട്ട് ലെങ്ത് ഡ്യൂറിംഗ് ഓർത്തോഡോണ്ടിക് ടൂത്ത് മൂവ്മെൻറ്റ്. Effect of treatment on the alveolar bone. So loss of alveolar height on an average of 0.5 millimeter. So fortunately there is no excessive loss of alveolar bone following the orthodontic treatment. Alveolar bone height can be increased by extrusion of tooth. Okay. കാര്യമായിട്ടുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കണ്ടീഷനകത്ത് 0.5 മില്ലിമീറ്ററിന് ആൽവെലർ ബോൺ ലോസ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ആൽവെലർ ബോൺ ഹൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ടൂത്തിൽ നിന്ന് എക്സ്ട്രൂഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബോൺ ഹൈറ്റ് ഒന്ന് കൂടുന്നൊക്കെയാണ് പറയണത്. പക്ഷേ ഹെവി ഫോഴ്സ് ആണോ ആൽവെലർ ബോൺ ഹൈറ്റിന് കാര്യമായിട്ടുള്ള ഡാമേജ് ഉണ്ടാവും. സോ ടു കൺക്ലൂഡ്, സോ വെൻ യു ഹാവ് ടു കൺക്ലൂഡ് എന്താ പറയാം, നമ്മൾ ഒരു ബയോമെക്കാനിക്കൽ ആസ്പെക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയത് കാരണം കൊണ്ട് തന്നെ നമ്മളൊരു പേഷ്യൻറ്റിനകത്ത് നമ്മൾ കാര്യമായിട്ടുള്ള ഒരു ഫോഴ്സൊക്കെ കൊടുക്കുന്ന സമയത്ത് വി ഹാവ് ടു ബി കെയർഫുൾ ദാറ്റ് വി ഷുഡ് നോട്ട് ജസ്റ്റ് ഗോ ആൻഡ് അപ്ലൈ ബയോമെക്കാനിക്സ്. നമ്മൾ ചുമ്മാ നമുക്ക് ഇഷ്ടം പോലെ അല്ലെങ്കിൽ തോന്നിയത് പോലെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആ ഒരു ഇത് കൊടുക്കാൻ പാടില്ല, ഫോഴ്സും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഫോഴ്സ് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ലിമിറ്റിനകത്ത് കണക്ക് കൂട്ടിയിട്ടൊക്കെ നോക്കിയിട്ട് മാത്രമേ നമ്മളൊരു ഫോഴ്സ് കൊടുക്കാൻ പാടുള്ളൂ. അത് കാരണം കൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്ത ആൾക്കാർ എന്ത് ചെയ്യരുത് എന്ന് പറയുന്നത്, ഓർത്തോ ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത് നിൽക്കരുത് എന്ന് പറയുന്നത്. അത് കാരണം കൊണ്ടാണ് പല ഓർത്തോഡോണ്ടിസ്റ്റുമാരും BDS ഡോക്ടേഴ്സ് ഓർത്തോ ചെയ്യുന്നതിന് എതിർപ്പ് പറയുന്നത്. കാരണം അവർക്ക് ഇതിൻ്റെ ഒരു ഫോഴ്സ് ലെവലോ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ എത്രത്തോളം ഫോഴ്സ് ഒരു ആർച്ച് വയർ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു എലാസ്റ്റിക് കൊടുക്കുന്ന സമയത്ത് അത് എന്തോരം ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ടോ അവർക്ക് കാര്യമായിട്ടൊരു ഐഡിയ ഇല്ല. തോന്നിയ പോലെ പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദി എൻഡ് റിസൾട്ട് വിൽ ബി വെരി ഡ്രാസ്റ്റിക്. ആക്ച്വലി വി മൈറ്റ് ഹാം ദ പേഷ്യൻറ്റ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയും കാരണം കൊണ്ടാണ് ബയോമെക്കാനിക്സ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്, ബയോളജി ഓഫ് ടൂത്ത് മൂവ്മെൻറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡെലിറ്റീരിയസ് എഫക്ട്സ് ഒക്കെയും കൂടുതലായിരിക്കും നമ്മൾ ഈ വക കാര്യങ്ങളൊന്നും തന്നെ അറിയാണ്ട് പോയിട്ട് ഓർത്തോ ട്രീറ്റ്മെൻറ്റ് ഒരു പേഷ്യൻറ്റിന് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഇത്രയൊന്നുമല്ല ടെക്സ്റ്റ് ബുക്കിനകത്ത് പറയുന്നതല്ല. ഹയർ സ്റ്റഡീസ് മീൻസ് PGസിലൊക്കെ വരുന്ന സമയത്താണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളും കൂടുതൽ വശങ്ങളും നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ആസ്ക്. ആൻഡ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ 2-3 ടെക്സ്റ്റ് ബുക്ക് 2-3 തരത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ വായിച്ചതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനകത്ത് തന്നെ എന്തെങ്കിലും മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഇൻഫോം മീ. എന്നെ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ തെറ്റായിട്ട് വല്ല കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും അത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു സാറാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ വിളിച്ച് പറയരുതെന്നൊന്നും വിചാരിക്കേണ്ട ആരും. മനസ്സിലാവുണ്ടോ? അപ്പോൾ അത് ചെയ്യുക, വായിക്കുക. സോ good luck and stay tuned for the next class coming soon. Bye bye.